നമസ്കാരം. ഉത്തരേന്ത്യയിൽ മതപരമായ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയാൽ ആക്രമിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽപ്പെട്ടയാളാണ് പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ പ്രിൻസിപ്പൽ. അതൊന്നും മതപരമായ വസ്ത്രം ധരിച്ച് സ്കൂളിലെത്തുന്ന ഒരു വിദ്യാർത്ഥിയെ ഉൾക്കൊള്ളാൻ അവരെ പ്രേരിപ്പിക്കുന്നില്ല. രാജ്യത്ത് ന്യൂനപക്ഷങ്ങളൊന്നാകെ ഒറ്റക്കെട്ടായി നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ത് എന്ന ബോധം പോലും ആ അധ്യാപികയ്ക്കില്ല. ഉത്തരേന്ത്യയിൽ ലത്തീൻ സഭ നടത്തുന്ന നൂറുകണക്കിന് സ്കൂളുകളിലൊന്നും ബാധകമാക്കാത്ത ചട്ടങ്ങൾ പള്ളുരുത്തിയിലെ സ്കൂളിൽ നിർബന്ധമാക്കണമെന്ന പിടിവാശി ആ അധ്യാപികയുടേത് മാത്രമാണ്. ഇന്ന് കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിയിൽ നിന്ന് സ്കൂൾ അധികൃതരും അവർക്ക് പിന്നിൽ നിന്ന് വിദ്വേഷത്തിനായി ചരട് വലിക്കുന്നവരും വലുതും പഠിക്കും. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോൺ, ഇന്ത്യൻ നാഷണൽ ലീഗ് പ്രതിനിധി എൻ കെ അബ്ദുൽ അസീസ്, ഫാദർ അജി പുതിയ പറമ്പിൽ, അഭിഭാഷകൻ അഡ്വക്കേറ്റ് അമീൻ ഹസൻ എന്നിവർ. ആദ്യം ഫാദർ അജി പുതിയ പറമ്പിലേക്ക്. ഫാദർ അജി, ഈ സ്കൂളിലേത് ഒരൊറ്റപ്പെട്ട കേസാണെന്ന് നമുക്ക് തോന്നുന്നില്ല. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇത്തരം ചട്ടങ്ങളും നിയമങ്ങളുമൊക്കെ അതിശക്തമായി പാലിക്കണം എന്ന പിടിവാശിയുള്ള മാനേജ്മെൻറ്റുകൾ വ്യത്യസ്ത സ്കൂളുകളിലുണ്ട്. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്ത് അത്തരം പിടിവാശികളുടെ യഥാർത്ഥ നൈതികത എന്താണ്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ സ്കൂൾ ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പെട്ടെന്ന് അത് മാറ്റാൻ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു ഹിജാബിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല. അതിനേക്കാൾ ഉപരി ഒരു സ്ഥാപനത്തിൻ്റെ നിയമം അത് മാറ്റണമെന്ന് ഒരു കുട്ടിയുടെ പേരിൽ ആ കുട്ടീനെ കരുവാക്കി ആവശ്യപ്പെടുന്നു. അതിനുശേഷം ആ പ്രശ്നം ആരാണ് ഏറ്റെടുക്കുന്നത്? ആ പ്രശ്നം ഒരു മൂന്നാം കക്ഷി ഏറ്റെടുക്കുകയാണ്. ആ മൂന്നാം കക്ഷിയുടെ പേര് STPI എന്നാണ്. ആ കക്ഷി ഏറ്റെടുത്തതിന് ശേഷം പിന്നീട് എന്തൊരു രീതിയിലാണ് ഈ പ്രശ്നം വളരുന്നത് എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും ഒരു മതപരമായ ഒരു പ്രശ്നമല്ല. മതത്തെ ഉപയോഗിച്ച് വെറുപ്പ് വിതച്ച് രാഷ്ട്രീയ വിളവെടുക്കാൻ ശ്രമിക്കുന്ന കുറച്ച് സംവിധാനങ്ങളുടെ സംഘടനകളുടെ ഒരു കാര്യമാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ എങ്ങോട്ടാണ് നമ്മുടെ കേരളം പോകുന്നത്? അതിനുശേഷം പിന്നീടുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? അവിടുത്തെ PTA പ്രസിഡന്റിൻ്റെ പ്രതികരണം നമ്മൾ കാണുന്നു. ഉടനെ തന്നെ അത് കാസ എന്ന മറ്റൊരു വെറുപ്പ് വിപണനം ചെയ്യുന്ന ഒരു സംഘടന ഏറ്റെടുക്കുന്നു. അവരുടെ നേതാക്കൾ വരുന്നു, ഷോൺ ജോർജ് വരുന്നു. അതിനുശേഷം പിന്നീട് അത് RSS ഏറ്റെടുക്കുന്നു. ഏറ്റവും ദുഃഖകരമെന്ന് പറയട്ടെ, ഇടതുപക്ഷ ഗവൺമെൻറ്റും ഏകദേശം ഇതിനോടൊക്കെ ചേർന്ന് സഞ്ചരിക്കുന്ന പോലെ തോന്നുന്നത് ദുഃഖകരമാണ്. ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പറ്റി എന്നെപ്പോലെയുള്ള ഒരു ഇടതുപക്ഷ അനുഭവമുള്ള ആളുകൾ കുറച്ചുകൂടിയൊക്കെ മികച്ച പ്രതികരണമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഇപ്പോൾ മതേതര ഗവൺമെൻറ് അല്ല, ഒരു മത ഗവൺമെൻറ് പെരുമാറുന്ന രീതിയിലാണ് പെരുമാറുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി എന്താ പറഞ്ഞത്? മന്ത്രി ശിവൻകുട്ടി, അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ എരിതീയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഒരു പക്ഷേ ഈ പ്രശ്നം തീർന്നു പോകാവുന്നൊരു പ്രശ്നമായിരുന്നു. എറണാകുളത്ത് MP ആയിരുന്ന ബഹുമാനപ്പെട്ട ഹൈബി ഈഡനും അവിടുത്തെ കോൺഗ്രസ് നേതാവ് ഷിയാസ്, അവിടുത്തെ DCC പ്രസിഡന്റും ഒക്കെ ചെന്ന് ഈ പ്രശ്നം ഏകദേശം പരിഹരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സെറ്റിൽ ചെയ്തതിന് ശേഷം പിന്നെ ആരാ ഇതിനെ ആളിക്കത്തിച്ചത്? ഈ മാധ്യമങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കുന്നത്, പിന്നീട് ഈ പ്രശ്നം പരിഹരിക്കരുത് എന്ന ആഗ്രഹത്തോടു കൂടി ഗവൺമെൻറ് പെരുമാറുന്നു എന്ന് സംശയിക്കത്തക്ക പലതും കാണുന്നു. ഒരു പക്ഷേ ഗവൺമെൻറ്റിന് ഈ പ്രശ്നം ഒന്നും കൂടി ഒന്ന് കത്തിച്ചു നിർത്തി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റു പല പ്രശ്നങ്ങളെയും ഒന്ന് പുകമറയിലാക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഈ പ്രശ്നം SDPI ഈ പ്രശ്നം വർഗീയവൽക്കരിച്ചപ്പോൾ, വിളവെടുക്കാൻ ശ്രമിച്ചപ്പോൾ ആർക്കൊക്കെയാണ് അതിന് നേട്ടമുണ്ടായത്? ഒന്നാമത്തെ നേട്ടമുണ്ടായത് എന്താണ്? ക്രിസ്ത്യാനികളുടെ ഇടയിൽ വെറുപ്പ് വിതച്ച്, അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ നിങ്ങളെ വിഴുങ്ങാൻ നിൽക്കുകയാണ് എന്ന് ഭയം ജനിപ്പിക്കുന്ന കാസയ്ക്കാണ് ഒന്നാമത്തെ ഫലം കിട്ടുന്നത്. അതിനുശേഷം കാസയുടെ ഫലം എങ്ങോട്ടേക്കാണ് പോകുന്നത്? RSSനാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ സംഭവിച്ചത്, നമ്മളിതിനെ ഹിജാബ് വിവാദത്തെ ഒരു മതവിവാദമായിട്ടൊന്നും ചുരുക്കരുത്. നമ്മുടെ കേരളം എത്തിപ്പെട്ടിരിക്കുന്ന അതീവ ജീർണതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
ഫാദർ അജി, ഞാൻ SDBI ക്ക് അങ്ങ് പറഞ്ഞത് ഞാൻ സന്തോഷമായിട്ടുണ്ടാവും. ശ്രദ്ധാപൂർവ്വം കാരണം എന്താണ്? കേൾക്കുകയായിരുന്നു. ഫാദർ അജി, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, ഒരു സ്കൂളിൽ ഒരു വിഷയത്തിൽ ഒരു തർക്കമുണ്ടായി. ആ തർക്കം ആദ്യം പരിഹരിക്കേണ്ടത് അവിടുത്തെ PTA ആണല്ലോ. ഈ PTA പ്രസിഡന്റ് തന്നെ കാസയുടെ ആളാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് പ്രസംഗിക്കുന്നതെന്ന് അങ്ങ് തന്നെ പറയുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം കാസയുടെ പ്രവർത്തകൻ തന്നെയാണ്. അപ്പോൾ കാസയുടെ പ്രവർത്തകനായ ഒരു PTA പ്രസിഡന്റാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവിടെ മറ്റ് പേരൻസിനൊന്നും ഒരു വോയിസും ഇല്ല, അവരുടെ വോയിസ് അവിടെ ഇല്ലാതാവുകയാണ്. അപ്പോൾ പ്രശ്നം പരിഹരിക്കാനുള്ള ആദ്യത്തെ മാർഗ്ഗം അടഞ്ഞു. രണ്ടാമത്തെ മാർഗ്ഗം അങ്ങ് പറയുന്നത് പോലെ ഈ കോൺഗ്രസ് നേതാക്കൾ വന്ന് ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നു. അതെങ്ങനെയാണ് പരിഹരിച്ചത്? ആ കുട്ടി ഹിജാബ് ധരിക്കാതെ സ്കൂളിൽ പോകാം എന്ന് സമ്മതിക്കുകയാണ്. പക്ഷേ അവിടെയും പ്രശ്നം തീരുന്നില്ല. ആ കുട്ടി ഒരു മെൻ്റൽ ട്രോമയിലാണ്, അവിടെ ഇനി പോകാൻ കഴിയില്ല എന്ന് ആ കുട്ടിയുടെ അച്ഛൻ ഇന്ന് പറയുന്നത്. അത് ഉള്ള കാര്യമായിരിക്കും. അത് മാത്രവുമല്ല, ഈ കുട്ടിയെ ഒരു അധ്യാപിക ചീത്ത പറയുന്നത് കേട്ട മറ്റൊരു കുട്ടി പോലും ഞാൻ ഇനി അങ്ങോട്ടില്ല എന്ന് പറയുന്നു. ആ കുട്ടി പോലും ഹിജാബ് ധരിക്കാതെ പോകുന്ന ആളാണ്. അപ്പോൾ പ്രശ്നം പരിഹരിക്കേണ്ട ആദ്യത്തെ വേദി PTA ആണ്. PTA പ്രസിഡന്റ് തന്നെ ഒരു കാസക്കാരനാണെന്ന് അങ്ങ് തന്നെ പറയുന്നു. പിന്നെ എങ്ങനെ പരിഹരിക്കപ്പെടും? ഓക്കെ, നമുക്ക് ഈ വിഷയത്തെ ഒന്നും കൂടി ഒന്ന് കാണാം. ഈ പിതാവ് ആ സ്കൂളിൽ ചേർന്നിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. 4 മാസം അവിടെ വലിയ കുഴപ്പമില്ലാതെ അദ്ദേഹം പോകുന്നു, ഒരു പ്രശ്നം ഉന്നയിക്കുന്നില്ല. അദ്ദേഹം വന്ന് പറയുന്നു ഹിജാബ് ധരിക്കാൻ അനുവദിക്കണം. ഒരു കുട്ടിയെ വന്ന് ആവശ്യപ്പെടുന്നത്. ഈ വിഷയം ആ രീതിയിൽ പരിഹരിച്ചു എന്ന് വിചാരിക്കുക. അവർ ഹിജാബ് ധരിക്കാൻ അനുവദിച്ചു. അതിനുശേഷം ഏകദേശം ക്രിസ്ത്യൻ കുട്ടികൾ വന്നിട്ട് പറയുകയാണ്, എന്താ പറയുക, ഞങ്ങളുടെ ഒരു ട്രഡീഷണൽ ഡ്രസ് എന്ന് പറയുന്നത് ഏതാണ്, ഈ ചട്ടയും മുണ്ടും കവുണിയൊക്കെയാണ്, അത് ധരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെയും പ്രശ്നം വരികയാണ്. അതുപോലെ തന്നെ മറ്റ് ഫാദർ അജി, അവിടെ രണ്ട് പ്രശ്നമുണ്ട്. ഒന്നൊരു റിലീജിയസ് ഡ്രസ്സും മറ്റൊന്ന് ട്രഡീഷണൽ ഡ്രസ്സുമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ദർശനം എന്ന് പറഞ്ഞാൽ എല്ലാ പൊതു ഇടങ്ങളും പൂർണ്ണമായും മതേതരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറയാം, ഇവിടെയെല്ലാം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ, ഈ ഇസ്ലാം മതത്തെ പറ്റിയുള്ള എൻ്റെ പഠനം ശരിയാണെങ്കിൽ, ഹിജാബ് ഒരിക്കലും ഒരു എസൻഷ്യൽ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം, ഞാൻ ക്ഷമിക്കണം. വസ്ത്രങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാ മതങ്ങളിലും ഇതുണ്ട്. ഇപ്പൊ ക്രൈസ്തവ മതങ്ങളിൽ ചില തീവ്ര വിഭാഗങ്ങൾ ഇപ്പൊ കുറെ ആചാരങ്ങൾ കൊണ്ടുവരികയാണ്. ഇതിന്റെ ഉള്ളിൽ പുറത്തേക്ക് കൊണ്ടുവരും. ഹിജാബ്, സ്ത്രീകൾ ശരീരഭാഗം മറയ്ക്കുന്ന വസ്ത്രം എന്നുള്ളത് എസെൻഷ്യൽ റിലീജിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു കന്യാസ്ത്രീ സഭാവസ്ത്രം ധരിക്കുന്നത് പോലെ, അങ്ങ് സഭാവസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ എസെൻഷ്യലാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഡ്രസ് കോഡ് ഉള്ളത് ആർക്കാണ്? അധ്യാപകർക്കല്ല, വിദ്യാർത്ഥികൾക്കാണ്. നമ്മുടെ ഇവിടുത്തെ ഡ്രസ് കോഡ് അനുസരിച്ച് ഒരു സിസ്റ്റർ അവിടെ പഠിപ്പിക്കുന്ന ആളാണ്. എന്നാൽ ആ സിസ്റ്റർ ഒരു അഭിഭാഷകയായിട്ട് പോകുമ്പോൾ അതിൻ്റെ ഡ്രസ്സ് ധരിക്കണം. ഞാൻ എവിടെയെങ്കിലും മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കോളേജിൽ ഞാൻ പഠിക്കാൻ പോവുകയെന്ന് വിചാരിക്കുക. അവിടെ പഠിക്കാൻ പോകുമ്പോൾ ആ കോളേജിൻ്റെ യൂണിഫോം എന്താണോ അത് ഞാൻ ധരിക്കണം, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു സ്കൂളിൽ പോകണം. ഇതൊക്കെയാണ് എൻ്റെ വ്യൂ. അതായത് ഈ രീതിയിൽ വേണം നമ്മുടെ കേരള പൊതുസമൂഹമായി തീരേണ്ടത്. അല്ലാതെ എൻ്റെ മതം അനുശാസിക്കുന്ന കാര്യം ഇപ്പം എനിക്ക് തീവ്രമായി ചിന്തിച്ചാൽ ഈ ലോബ തന്നെ എനിക്ക് കോളേജിൽ പോകാൻ അനുവദിക്കണം, നിങ്ങൾ ഇതെൻ്റെ മൗലിക അവകാശമാണ്, ഞാൻ ഒരു വൈദികനാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കും. അല്ലെങ്കിൽ ഒരു സിസ്റ്റർ അങ്ങനെ വാശി പിടിക്കുന്നു എന്ന് വിചാരിക്കുക, ഇങ്ങനെയുള്ള രീതിയിൽ അതൊന്നും യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൻ്റെ ഒരു നിർമ്മിതിക്ക് ഗുണകരമല്ല. മതസമൂഹമായി തീർന്നാൽ മതം പിടിമുറുക്കുകയും മതം മനുഷ്യനെ വരിഞ്ഞു മുറുക്കുകയും ചെയ്യും. ഫാസിസം പോലെ തന്നെ അപകടമാണ് തീവ്ര മതചിന്തയും. അത് മുസ്ലിം മതത്തിലാണെങ്കിലും ക്രൈസ്തവ മതത്തിലാണെങ്കിലും ഹൈന്ദവ മതത്തിലാണെങ്കിലും മനുഷ്യനെ ഇതുപോലെ വരിഞ്ഞു മുറുക്കുന്ന നിർബന്ധിക്കുന്ന കാര്യങ്ങൾ പാടില്ല. പൊതു ഇടങ്ങളിൽ പൊതു ഇടമായി തന്നെ കരുതണം എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ ചിന്ത. അജി പറയുന്ന പൊതു ഇടം എന്ന് പറയുന്നത് വിദ്യാലയങ്ങൾ, സ്കൂളുകൾ, കോടതികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണല്ലോ. പൊതുവെ പുറത്തിറങ്ങിയാൽ തന്നെ ഈ വസ്ത്രങ്ങൾ പാടില്ല എന്നാണോ? അത് വ്യക്തിപരമാണ്. ഇപ്പൊ ഞാൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാരുടെ ഡ്രസ്സ് ധരിക്കണം, നിർബന്ധമാണ്. പക്ഷെ അവിടെ മറ്റ് ചെല്ലുന്നവർക്ക് ഒരിക്കലും യൂണിഫോം നിർബന്ധമല്ല, അത് പൗരന്റെ കാര്യമാണ്. സ്കൂളിൽ യൂണിഫോം നിർബന്ധമായിട്ടുള്ളത് ആർക്കാണ്? വിദ്യാർത്ഥികൾക്കാണ്. ഒരിക്കലും ഫാദർ അജി, അങ്ങയുടേത് ഇത് വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം. അതായത് പൊതു ഇടങ്ങളിൽ മതപരമായ വസ്ത്രങ്ങൾ പാടില്ല എന്ന അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും. പക്ഷേ ഈ ലത്തീൻ സഭ തന്നെ നടത്തുന്ന ഉത്തരേന്ത്യയിലെ 100 കണക്കിന് സ്കൂളുകളും വിദ്യാലയങ്ങളും ഉണ്ട്, ലത്തീൻ സഭയ്ക്കുണ്ട്. അവിടെ സിഖുകാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്, ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് ആളുകൾ പഠിക്കുന്നുണ്ട്. അവരോടൊക്കെ മതപരമായ ചിഹ്നങ്ങൾ ഊരിവെച്ചിട്ടാണോ അവർ എൻറോൾ ചെയ്യുന്നത്? അല്ലല്ലോ. ഇവിടുത്തെ പ്രശ്നം കേരളത്തിൽ തന്നെ എൻ്റെ അറിവനുസരിച്ച്
ക്രൈസ്തവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ പലതിലും ഒരുപക്ഷെ ഒരു 50% മുകളിൽ സ്ഥാപനങ്ങളിലും ഹിജാബ് ധരിക്കാൻ അനുവാദമുണ്ട്. കേരളത്തിൽ ഉണ്ടെന്നേ അത്. കേരളത്തിൽ അങ്ങനെയുള്ള പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാനൊക്കെ ഉൾപ്പെടുന്ന സ്ഥലത്തും അവിടുത്തെ സഭ നടത്തുന്ന സ്കൂളുകളിൽ ഹിജാബ് ധരിക്കുന്നുണ്ട്, പ്രശ്നമില്ല. പക്ഷേ ഈ സ്കൂളിൽ ഇങ്ങനെയാണ് നിയമം. അത് നേരത്തെയുള്ള നിയമമാണ്, പെട്ടെന്നുണ്ടായ ഒരു നിയമമല്ല. അതുകൊണ്ട് അവിടെ ഇങ്ങനെ വാശി പിടിച്ച് സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് ഒട്ടും അഭിലഷണീയമല്ല. ഉള്ളത് ഇപ്പൊ അനുവദിക്കുന്ന സ്ഥലത്ത് ആവാന്നേ കുഴപ്പമില്ല. പക്ഷെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തന്നെ വേണം എന്ന് എൻ്റെ ഒരു മതചിന്ത, അത് വാശി പിടിച്ച് അവിടെ നിർബന്ധിക്കുന്നത് ഒരു കാരണവശാലും ഒരു മതേതര സമൂഹത്തിനോ ഒരു പരിഷ്കൃത സമൂഹത്തിനോ ഒരിക്കലും ഭൂഷണമാവില്ല. ഇവിടെ ആ കുട്ടിയെ നമ്മൾ ഉപയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ. എനിക്ക് ആ പിതാവിനോട് യഥാർത്ഥത്തിൽ വിഷമമുണ്ട്. ഒരിക്കലും ആ കുട്ടിക്ക് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടാവുമോ? ഞാൻ വിചാരിക്കുന്നില്ല. പകരം അത് പിതാവിന്റെ ഇഷ്ടമാണ് അവിടെ നടപ്പിലാക്കുന്നത്. അതിന് ആ കുട്ടി കരുവാകുകയാണ് ചെയ്യുന്നത്. ആ കുട്ടിക്ക് എത്രമാത്രം ഡ്രോമ ഈ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ശരി, അതിനാരാണ് ആ ട്രോമയ്ക്കാരാണ് കാരണമെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അഡ്വക്കേറ്റ് അമീൻ ഹസൻ, ഇവിടെ ഫാദർ അജി പറയുന്നൊരു കാര്യം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവരുടെ ഒരു നിയമമുണ്ടാവും, മുമ്പേ പാലിച്ചു വരുന്ന നിയമം. അത് മാറ്റണം എന്ന് മറ്റുള്ളവർ ആവശ്യപ്പെടുന്നതിലൊരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ചും അതൊരു ന്യൂനപക്ഷ സ്ഥാപനമാണ്. ഇപ്പോൾ സർക്കാർ വളരെ കടുംപിടുത്തത്തോടെ, മന്ത്രിയും സർക്കാരും ഒക്കെ വളരെ കടുംപിടുത്തോടെ ചില കാര്യങ്ങൾ പറയുന്നു. അതൊരു ന്യൂനപക്ഷ സ്ഥാപനമാണ്. ന്യൂനപക്ഷ സമൂഹങ്ങൾ ഒരു സ്ഥാപനം ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് അറിയാം. എത്രമാത്രം അവർ ഒതുക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഓവർ ആക്ട് അവർ ഭയക്കുന്നു. ഭരണകൂടം അത് പറയുമ്പോൾ അവർ ചകിതരാകുന്നു. അതാണോ യഥാർത്ഥത്തിലൂടെ പ്രശ്നം? അജിംസ്, ഒന്നാമത്തെ കാര്യം, ഫാദർ അജി പറയുന്നതും ഈ സ്കൂളിലെ പ്രധാന അധ്യാപിക പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഫാദർ അജി ഏതെങ്കിലും തരത്തിൽ ആ സ്കൂളിൻ്റെ ന്യായീകരണങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അവസരത്തിൽ അദ്ദേഹം അത് വ്യക്തമാക്കുമെന്ന് വിചാരിക്കുന്നു. സ്കൂളിലെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ശിരോവസ്ത്രം നിരോധിക്കുന്നത്, ശിരോവസ്ത്രം എന്ന് അവർ പറഞ്ഞില്ല, അവർ പറഞ്ഞ ഹിജാബ് എന്നാണ്. അതിൻ്റെ മലയാളമാണല്ലോ ശിരോവസ്ത്രം. അവർ ധരിച്ചിരിക്കുന്നതാണെങ്കിൽ ശിരോവസ്ത്രവുമാണ്. ശിരോവസ്ത്രം നിരോധിക്കുന്നത് ഇന്ത്യൻ സെക്യുലറിസത്തെയും സംസ്കാരത്തെയും മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയാണ്. ആ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫാദർ അജി ഈ ഇന്ത്യൻ സെക്യുലറിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയായിട്ടുള്ള കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിക്കുകയും അത് സെക്യുലർ ആവുകയും അങ്ങ് ഈ ലോഹ ധരിക്കുകയും ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിക്കുന്നത് സെക്യുലർ അല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയവാദത്തെക്കുറിച്ച് അങ്ങയുടെ നിലപാട് എന്താണ്? എത്ര വിചിത്രവും അപലപനീയവുമായ ഒരു നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. മനുഷ്യന്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഇത്തരം അഡ്വക്കേറ്റ് അജി പറയുന്ന ഒരു കാര്യം, പൊതു ഇടങ്ങളിൽ ആ വസ്ത്രം ധരിക്കണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അത് ധരിക്കരുത് എന്നല്ല. അത് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി തന്നെ തള്ളിക്കളഞ്ഞ ഒരു വാദമാണ്. ഇന്ത്യൻ മതേതരത്വം, മതേതര സങ്കല്പം എന്ന് പറയുന്നത് മതനിരാസത്തിൻ്റെതല്ല. പൊതു ഇടത്തിൽ മതത്തിൻ്റെ ചിഹ്നങ്ങൾ പാടില്ല എന്ന സമീപനം ഭരണഘടനാ അസംബ്ലിയിൽ ധാരാളം ആളുകൾ സ്വീകരിച്ചിരുന്നു. അത് തള്ളിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാനും പ്രൊഫസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുമുള്ള അനുവാദം ലഭിക്കുന്നത്. ആ ഘട്ടത്തിൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഒരു ആവശ്യം കൂടി അംഗീകരിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു മൗലികാവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കുന്നതെന്ന് ഭരണഘടനാ ചരിത്രം പഠിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം. ഫാദർ അജിക്കും അതറിയും എന്ന് ഞാൻ വിചാരിക്കാം. അജിംസിയോടെ ചോദിച്ച പ്രശ്നത്തിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നം, ആ പെൺകുട്ടിയുടെ ഏജൻസി ഫാദർ അജിയെ ഏൽപ്പിച്ചതാരാണ്? ഞാനിതിൽ ആ തരത്തിൽ വൈകാരികമായി ഈ കാര്യത്തെ കാണുന്നില്ല. പക്ഷേ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പിതാവിനേക്കാൾ അവകാശം ആ കുട്ടിയുടെ മനസ്സിലുള്ളത് എന്താണ് എന്ന് പറയാൻ ഫാദർ അജിക്ക് എന്താണ് അവകാശം? അത് ഏത് നാട്ടിലെ എന്ത് രാഷ്ട്രീയ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് തരത്തിലുള്ള ഏജൻസിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല എന്ന് പറയുന്നത്? ആ പെൺകുട്ടിയുമായി സംസാരിച്ച ഒരാളാണ്, ആ കുട്ടിയുടെ അഭിഭാഷകനാണ് ഞാൻ. ആ കുട്ടിയുടെ നിലപാട് ഞാൻ പറയാം. ആ കുട്ടി നേരത്തെ തന്നെയും ഹിജാബ് ധരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. നേരത്തെ അവരുടെ 2 സഹോദരിമാർ വിദ്യാഭ്യാസം ചെയ്യുന്ന കാലഘട്ടത്തിലൊക്കെ ക്രിസ്തീയ സ്ഥാപനങ്ങളിലാണ് പഠിച്ചിട്ടുള്ളത്. അവരെല്ലാവരും ഹിജാബ് ധരിച്ചിട്ടാണ്
അത്തരത്തിലുള്ള പഠനം പൂർത്തീകരിച്ചിട്ടുള്ളത്. ആ വിശ്വാസത്തിലാണ് ഈ സ്കൂളിൽ ഈ കുട്ടി ചേരുന്നത്. അതിനുശേഷം ആ സ്കൂളിൽ ഹിജാബ് ധരിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ ഈ കുട്ടി എല്ലാ ദിവസവും ക്ലാസ് മുറി വരെയും ഹിജാബ് ധരിച്ച് ക്ലാസ് മുറിയിൽ നിന്ന് അത് അഴിച്ചു വെക്കുകയാണ്. ഈ സാഹചര്യം വലിയ പ്രയാസവും മാനസിക പ്രയാസവും ഈ കുട്ടിക്കുണ്ടാവുമ്പോൾ കുട്ടിയുടെ മാതാവ് നിരവധി തവണ സ്കൂളിലെ അധ്യാപകരുമായി സംസാരിക്കുന്നു, അവരത് അനുവദിക്കുന്നില്ല. എന്താണ് ഈ ഒക്ടോബറിൽ സംഭവിച്ചത്? പലരും പറയുന്നുണ്ടല്ലോ ഇത് ജൂണിൽ കുട്ടി പഠിച്ചിട്ട് ഇപ്പോൾ എന്താ ഒക്ടോബറിൽ പ്രശ്നം ഉണ്ടായത്? എന്താ ഒക്ടോബറിൽ സംഭവിച്ചത്? ഒക്ടോബറിൽ അവിടെ ആനുവൽ ഡേ നടക്കുമ്പോൾ ക്ലാസ് അല്ലല്ലോ എന്ന് കരുതിയിട്ട് കുട്ടി ഹിജാബ് ധരിക്കുക പുറത്തെ ഒരു ഫംഗ്ഷനിൽ, ഒരു ഹാളിൽ. അതിൻ്റെ പേരിൽ വളരെ രൂക്ഷമായി ആ കുട്ടിയെ ചീത്ത പറയുകയും ആ കുട്ടിയെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. അങ്ങനെയാണ് കുട്ടിയുടെ പിതാവ് വിവരം അറിയുന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഫാദർ അജി, അങ്ങ് SDPI കുറിച്ചും ബാഹ്യശക്തികളെ കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. ആരാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ആദ്യമായി നടത്തുന്നത്? താങ്കൾ വസ്തുതാപരമായി അന്വേഷിക്കാനും തിരുത്താനും തയ്യാറുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ സ്കൂളിലെ PTA പ്രസിഡന്റാണ് ഇത് പൊതുലോകത്തെ ആദ്യമായി അറിയിക്കുന്നത്. എങ്ങനെ അറിയിക്കുന്നു? വളരെ വർഗീയമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് അറിയിക്കുന്നു. അങ്ങയുടെ തള്ളി പറഞ്ഞ കാസയുണ്ടല്ലോ, ഈ കാസയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് PTA പ്രസിഡന്റ് നിലപാട് എന്ന് പറഞ്ഞ് അയാളുടെ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നു. അദ്ദേഹമാണ് ഇത് ആദ്യമായി വർഗീയവൽക്കരിച്ച് ഇത് പ്രശ്നമാക്കി തീർക്കുന്നത്. അതിനുശേഷമാണ് ആ നാട്ടിലെ ആളുകൾ അതിൽ ഇടപെടുന്നത്. അതിലൊന്നും ഈ കുട്ടിയുടെ കുടുംബത്തിന് ഒരു പങ്കുമില്ല. താങ്കൾ എല്ലാത്തിലും, നമ്മുടെ ഒരു മാനസിക പ്രശ്നമാണ്. തങ്ങളുടെ മൗലികാവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാവരുടെ പിന്നിലും ഏതോ ബാഹ്യശക്തികളുണ്ട്. അത്തരത്തിലുള്ള ബാഹ്യശക്തികളുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറയുക. എന്നിട്ട് ആ ആളുകളുടെ മൗലികാവകാശത്തെക്കുറിച്ചും ന്യായമായ രാഷ്ട്രീയ ചോദ്യങ്ങളെയും ഈ തരത്തിലുള്ള ഭീതി ജനിപ്പിച്ചുകൊണ്ടും വ്യാജങ്ങളോ നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയാത്ത വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളോ പറയുക, അല്ലെങ്കിൽ അപ്രസക്തമായ വാദങ്ങൾ ഉന്നയിക്കുക. ഇത് ആരുന്നയിക്കുന്നു? ഇത് മറ്റുള്ളവർ മുതലെടുക്കുന്നു, വർഗീയ ശക്തികളുടെ മുതലെടുപ്പുണ്ടാകുന്നു. അതൊക്കെ ഉണ്ട്, അതൊക്കെ അവസാനിപ്പിക്കേണ്ടതുമാണ്. പക്ഷേ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ മൗലികമായ പ്രശ്നം. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ആ സ്കൂളിലെ പ്രിൻസിപ്പൽ ധരിക്കുന്നത് പോലെയല്ല അവർക്ക് പട്ടാള ചിട്ട പോലെയുള്ള ഒരു നിയമം ഉണ്ടാവണം. പോലീസുകാരുടെ പോലീസ് വേഷം പോലെയാണ് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളുടെ യൂണിഫോം എന്നൊക്കെ പറയുന്നത്. എത്ര വിചിത്രമായ വാദമാണ്. കേരളത്തിൽ മറ്റെല്ലാ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് സ്ഥാപനം നടത്തിപ്പിൽ ഈ സ്ഥാപനത്തിന് ഹിജാബ് അനുവദിച്ചാൽ ഉണ്ടാവുക? എൻ്റെ സിമ്പിൾ ലോജിക്ക് അതാണ്. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ സമുദായത്തിന്റെ ന്യൂനപക്ഷ പദവിയുള്ള സ്ഥാപനങ്ങളിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിച്ച് പഠനം നടത്താം. അവിടെ ആരും ക്രിസ്തീയ വസ്ത്രം ധരിക്കണം, അദ്ദേഹം പറഞ്ഞ പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം എന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുന്നില്ല. ഈ സ്കൂളിൽ ഒരു കുട്ടിയും ആ ആവശ്യം ഉന്നയിക്കുന്നില്ല. ഇത് ക്രൈസ്തവ സമുദായത്തിന്റെ കീഴിലുള്ള ഒരുപാട് സ്കൂളുകളിൽ ഹിജാബ് ധരിച്ച പെൺകുട്ടികൾ പഠിക്കുന്നു. 50% സ്കൂളിലെങ്കിലും പഠിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിൽ ഇവിടെ മാത്രമായി ഇത് വിലക്കുന്നതിൽ അവർക്ക് അവരുടേതായ എന്തോ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണം ഇന്ന് പ്രിൻസിപ്പൽ വിശദീകരിച്ചല്ലോ അജീംസ്. ആ കാരണത്തെ നമ്മൾ പിന്തുണക്കുന്നുണ്ടോ എന്നൊരൊറ്റ ചോദ്യമുള്ളൂ. അതായത് ഇത് ഇന്ത്യൻ മതേതരത്വത്തെ സംരക്ഷിക്കാൻ, ഇന്ത്യൻ മതേതരത്വത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കാൻ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടിയുടെ തലയിൽ കിടക്കുന്ന അവളുടെ വിശ്വാസപ്രകാരമുള്ള ഹിജാബ്, ശിരോവസ്ത്രം, അവരുടെ സംസ്കാരം, ആ സംസ്കാരം ഈ മതേതരത്വത്തിന് പുറത്താണ് എന്നാണോ ശിരോവസ്ത്രം ധരിച്ച പ്രധാന അധ്യാപിക പറയുന്നത്? ഇതെന്ത് വിചിത്രമാണ്. ഇതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഫാദർ അജി, അതാണ് ഞാൻ പറയുന്നത്. ആ പ്രദേശത്തെ ലത്തീൻ ക്രിസ്ത്യൻ സമൂഹത്തെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാനുള്ള രാഷ്ട്രീയ താല്പര്യം ഇതിനകത്ത് പ്രവർത്തിക്കുന്നു. അങ്ങ് പറയുന്ന എല്ലാവർക്കും അതുണ്ടാവാം, ഭരണകൂടത്തിനും ഉണ്ടാവാം, ഞാൻ അതിൽ തർക്കത്തിനില്ല. പക്ഷേ ആ പ്രശ്നം പരിഹരിക്കേണ്ടത് ഈ പെൺകുട്ടി തൻ്റെ മൗലികാവകാശം സഹിച്ചുകൊണ്ടാണോ? ഈ പെൺകുട്ടിയും ഒരു സമുദായവും തങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ ഹനിച്ചുകൊണ്ടും അത് നിശബ്ദമായി മാത്രമാണോ പരിഹരിക്കാൻ കഴിയുക? അതോ സെക്യുലർലി? മതേതരത്വം എന്ന് പറയുന്നത് ഒരു ഇൻക്ലൂസീവ്നെസ് ആണ്, ബ്രദർഹുഡ് ആണ്, ഫ്രട്ടേണിറ്റിയാണ്, സഹവർത്തിത്വമാണ്. ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചും മുസ്ലിം സ്ഥാപനങ്ങളിൽ ക്രിസ്ത്യൻ കുട്ടികൾ അവരുടെ വിശ്വാസപ്രകാരം ഒക്കെ പഠിക്കാൻ കഴിയുന്ന, എന്നാൽ യൂണിഫോമിൻ്റെ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്തുകൊണ്ട്, അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലെ എല്ലാ സ്കൂളുകളിലും കുട്ടികൾ പഠിക്കുന്നത്. സ്കൂൾ യൂണിഫോമിൻ്റെ അതേ നിറത്തിലുള്ള ഒരു ഹിജാബ് ധരിക്കും. ഇതെന്തോ കേരളത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് ഭിന്നമാണ് എന്നൊക്കെ പ്രധാന അധ്യാപിക. ഈ കേരളത്തിലെ മറ്റെല്ലാ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ നിന്നും ഭിന്നമായ എന്ത് സെക്യുലറിസമാണ് ഈ മുന്നോട്ട് വെക്കുന്നത്? ഫാദർ അജിയുടെ അതേ നിലപാട് തജ്മൽ ഹുസൈൻ എന്ന് പറയുന്ന ആൾ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഉന്നയിച്ചിരുന്നു. ഞാൻ അതിനുശേഷം ആദ്യമായിട്ടാണ് ഈ അൾട്രാ സെക്യുലർ വാദം ഇത്ര ബാലിശമായ രീതിയിൽ കേൾക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പ്രകോപിതനാവുകയല്ല, പക്ഷേ അദ്ദേഹം മറുപടി പറയണം. അതായത് പേര് പോലും, മതപ്പേരുകൾ പോലും പാടില്ല എന്ന വാദങ്ങളൊക്കെ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഉന്നയിക്കപ്പെടുകയും തള്ളിക്കളയുകയും ചെയ്തതാണ്. താങ്കൾ റഫർ ചെയ്യുന്നത് ഇന്ത്യൻ സെക്യുലറിസം അല്ല,
ഇന്ത്യൻ മതേതരത്വ സങ്കല്പം എന്ന് പറയുന്നത് മതവിശ്വാസങ്ങളെ ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ്നെസ്സിന്റെ, പരസ്പരം മതസൗഹാർദ്ദത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാടാണ്. ആ പെൺകുട്ടിയുടെ മൗലികാവകാശം നിഷേധിച്ചുകൊണ്ടല്ല സ്ഥാപനത്തിന്റെ അവകാശം, ഒരു അവകാശവും നിഷേധിക്കപ്പെടുന്നില്ല. ശരി NK അബ്ദുൽ അസീസ്, ഇവിടെ ഫാദർ അജി ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുള്ള വളരെ കടുംപിടുത്തത്തോടെയുള്ള ചില നിലപാടുകളാണ്. അതായത് ആ സ്കൂൾ അധികൃതരെ പ്രകോപിപ്പിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി ചെയ്യുന്നതെന്നാണ് അജി പുത്തമ്പറമ്പിൽ പറയുന്നത്, പുതിയ പറമ്പിൽ പറയുന്നത്. അപ്പോൾ ഇതൊരു ഒന്ന് സബ്ജുഡൈസായ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ കോടതിയിലാണ്, കോടതി അവരുടെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ഭരണകൂടം, മന്ത്രി എന്ന നിലയിൽ ഇത്ര രൂക്ഷമായി അവരോട് പ്രതികരിക്കണമായിരുന്നു. തീർച്ചയായിട്ടും പ്രതികരിക്കണം. അത് വെറുതെയുള്ള ഒരു പ്രതികരണമല്ല അജിംസെ. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും നൽകപ്പെട്ടിട്ടുള്ള ഒരു മൗലികാവകാശമുണ്ട്. അവരുടെ മതപരമായ വിശ്വാസത്തെയും ആചാര സംഹിതകളെയുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള അവകാശം. ആ മൗലികാവകാശം രാജ്യത്ത് നടപ്പാക്കുന്ന ഒരു സ്കൂളിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അതിനെതിരായി അതിശക്തമായി രംഗത്ത് വരേണ്ടത് മന്ത്രിയല്ലാതെ മറ്റാരാണ്? ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുക തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അജിംസ, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനകത്ത് വലിയ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയുടെ ചുരുൾ അനുദിനം അഴിഞ്ഞു വരികയാണ്. ഒന്നെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ കാര്യങ്ങൾ നേരത്തെ ഫാദർ പോലും സൂചിപ്പിച്ചല്ലോ, അവിടുത്തെ PTA പ്രസിഡന്റ് കാസയുടെ പ്രധാന ഭാരവാഹിയാണ്, പ്രവർത്തകനാണ്. അതുപോലെ തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്താമാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിൻസിപ്പൽ രംഗത്ത് വന്നു. ആ പ്രിൻസിപ്പൽ വളരെ ആഹ്ലാദഭരിതമായാണ് സംസാരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിക്കാൻ സ്ഥാപനം അനുവാദം കൊടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ TC വാങ്ങിപ്പോവുകയാണ്. TC വാങ്ങിപ്പോയതോടുകൂടി വലിയ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ്. ആ സന്തോഷ പ്രകടനത്തിൻ്റെ ഭാഗമായുള്ള വാർത്താമാധ്യമങ്ങളോടുള്ള സംസാരത്തിൽ അവർ ഒരുപാട് ആളുകൾക്ക് നന്ദി പറയുന്നുണ്ട്. ആ നന്ദി പറയുന്നതിൽ പ്രധാനമായി ആർക്കൊക്കെ നന്ദി പറയുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. ഒന്നാമതായി ആദ്യം അവിടെ എത്തിയത് ശ്രീമാൻ ഷോൺ ജോർജ് ആണ് എന്നവർ പറയുന്നുണ്ട്. ഷോൺ ജോർജിന് നന്ദി. പിന്നെ PTA പ്രസിഡന്റിന് നന്ദി. അതുപോലെ തന്നെ ഹൈബി ഈഡന് നന്ദി. അതോടൊപ്പം കെ ബാബു MLA, കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിന് നന്ദി. എന്നിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരായ ചില പരാമർശങ്ങളും കൂടി നടത്തിക്കൊണ്ട് അവസാനിക്കുകയാണ്. ഇവിടെയാണ് പ്രശ്നം. രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ പറഞ്ഞു വരുന്നത് അവിടെ ഷോൺ ജോർജും ഈ PTA പ്രസിഡന്റ് നടത്തിയ അതേ പണിയാണ് ഹൈബീഡനും ഷിയാസൊക്കെ നടത്തിയതെന്നാണ്. തീർച്ചയായിട്ടും അതിന് സഹായകരമാകുന്ന ജോലി തന്നെയാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. കാരണം കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു, കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ സംസാരിക്കുകയാണ്. നിങ്ങൾ ഈ വസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല, ഹിജാബ് ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലയിൽ സംസാരിക്കുകയാണ്. അവരെന്താ തീരുമാനിച്ചത്? കുട്ടിയോട് സംസാരിക്കാം, PTA പ്രസിഡന്റിനോട് സംസാരിക്കാം, പ്രിൻസിപ്പലിനോട് സംസാരിക്കാം, എല്ലാ നിലയിലും ഒത്തുരാജിയായി കോംപ്രമൈസ് ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന തീരുമാനത്തിലല്ലല്ലോ എത്തിയത്. കുട്ടിയോട് ആദ്യം നിർബന്ധിക്കുന്നു, പിന്നെ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നു. അങ്ങനെ പോകരുത്, ആ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകരുത് എന്ന് സംസാരിക്കുന്നു. ഇത് ഷോൺ ജോർജ് ഉൾപ്പെടെ, കാസ ഉൾപ്പെടെ ഉള്ള ആളുകളും കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കളും തമ്മിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായി ഉണ്ടായ ഒരു സംഭവമാണ് എന്ന കാര്യത്തിൽ കൃത്യം നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇവിടെയാണ് പ്രശ്നം. ഇവിടെ ഫാദർ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതിൽ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ആളുകളുടെ താല്പര്യങ്ങളുണ്ടെന്ന്. അദ്ദേഹം തന്നെ പറഞ്ഞു, പൊതു ഇടത്തിൽ നമുക്ക് ഈ വസ്ത്രം ഉപേക്ഷിക്കാം. എനിക്കൊരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. താങ്കൾ പൊതു ഇടത്തിൽ ലോഹ അഴിച്ചു വെച്ചു കൊണ്ടുവരുമോ? അല്ലെങ്കിൽ നേരത്തെ പത്രസമ്മേളനം നടത്തിയ കന്യാസ്ത്രീ പൊതു ഇടത്തിലേക്ക്, നമ്മുടെ പൊതുവാഹനങ്ങളുണ്ടല്ലോ, ബസ് കയറുന്ന എത്ര കന്യാസ്ത്രീകൾ ധരിച്ചു വരുന്നുണ്ട്, അവരോട് ഒരു ദിവസം താങ്കൾ ആ വസ്ത്രം ധരിക്കരുത്, ഈ മതപരമായ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായുള്ള തലയിൽ ഇടുന്ന തുണി ഉൾപ്പെടെ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കരുത് എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? ഞാൻ ബസ്സിൽ കയറുകയാണ്, അതുകൊണ്ട് ലോഹ അഴിച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ കയറുന്നത്, ബസ് ഒരു പൊതു ഇടമാണ് എന്ന് പറയാൻ താങ്കൾക്ക് കഴിയുമോ? എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും പുറകിൽ ഇതൊന്നുമല്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. ആ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഇടപെടലുകളാണ് എല്ലാ ഭാഗത്തും ഉണ്ടായത്. BJPയും RSSും കാസയും സഹായിയായി കോൺഗ്രസും
രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വളരെ ശക്തമായി ഭരണഘടനാ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഗവൺമെന്റും വിദ്യാഭ്യാസ മന്ത്രിയും ഇക്കാര്യത്തിൽ ശരി, ഇടപെട്ടിട്ടുണ്ട്. ശ്രീ ജിൻഡോ ജോൺ, ഈ കോൺഗ്രസ് നേതാക്കൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ഇടപെടാറുണ്ട്. ആ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കുക, രണ്ടു കൂട്ടരെ ഒരുമിച്ചിരുത്തി സംസാരിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഇവിടെ നടന്നത് എന്താണ്? ഈ പ്രശ്നത്തിൽ ആ സ്കൂൾ അധികൃതരുമായി ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ ഇതിലെ വിക്ടിമായിട്ടുള്ള കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് നാളെ മുതൽ നിങ്ങൾ സ്കൂളിൽ പോകണം, ഹിജാബൊക്കെ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുക, അത് അവർ സമ്മതിക്കുക, ഇതെന്തൊരു തരം ഒത്തുതീർപ്പും സന്ധി സംഭാഷണവുമാണ് ജിൻഡോ? അജിംസെ, എനിക്ക് അജിംസിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, അബ്ദുൾ അസീസ് നാഷണൽ ലീഗിൻ്റെ നേതാവാണ്. അദ്ദേഹം പറഞ്ഞ ഹൈബി ഈഡനും മുഹമ്മദ് ഷിയാസും ഈ കുട്ടിയെയും അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തിയെന്നാണ്. എങ്കിൽ താങ്കളുടെ നേതൃത്വത്തിൽ കേസ് കൊടുത്ത് പ്രതിയാക്കണം. കാരണം അങ്ങനെ ആ കുട്ടിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഹൈബി ഈഡനൊക്കെ ഇടപെട്ടതെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ താങ്കളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് പരാതി കൊടുത്ത് നടപടിയെടുക്കണം. എങ്കിൽ ഹൈബി ഈഡന് ഈ രാജ്യത്തെ MP ആയിട്ടിരിക്കാൻ യോഗ്യതയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും വെറുതെ രാഷ്ട്രീയം പറഞ്ഞു പോകില്ലേ? ഇവിടെ പ്രശ്നം എന്താ? എന്താ രാഷ്ട്രീയ താല്പര്യം? പരാതി കൊടുത്തു എന്നാ പറയുന്നത് അസീസ്. അല്ല, അതിൽ നടപടിയെടുക്കണം. പരാതി അങ്ങനെ കൊടുത്തിട്ട് മാത്രമല്ലല്ലോ, നമ്മൾ തിടുക്കത്തിൽ നടപടിയെടുക്കണം. ഇതങ്ങനെ രീതിയിലുള്ള ആക്ഷേപം ഉണ്ടായിട്ട് അതങ്ങനെ വരട്ടെ പോകട്ടെ കാണട്ടെ എന്ന് പറയാം. അല്ല, ഞാൻ പറയട്ടെ, താങ്കൾ തിടുക്കപ്പെടില്ലേ? വരട്ടെ പോകട്ടെ കാണട്ടെ എന്നുള്ള അമാന്തം പാടില്ല. കൃത്യമായ നടപടി, വേഗത്തിലുള്ള നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കൃത്യമായ ബോധ്യത്തോടെ പറയുന്നത്. ഇനി രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നുള്ള താങ്കളുടെ നിരീക്ഷണം കറക്റ്റാ. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ താല്പര്യം? ആ കുട്ടിയുടെ താല്പര്യം കുട്ടിയുടെ മാതാപിതാക്കൾ സ്കൂളിൽ പറഞ്ഞു. ആ സ്കൂളും കുട്ടിയുടെ മാതാപിതാക്കളും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് PTA പ്രസിഡന്റ് മാനേജ്മെന്റിന്റെ ഭാഗമല്ല എന്നാണ് എന്റെ അറിവ്. PTA പ്രസിഡന്റ് മാനേജ്മെന്റിന്റെ ഭാഗമല്ലാതിരിക്കുമ്പോൾ തന്നെ PTA പ്രസിഡന്റിനോട് അഭിപ്രായം ചോദിക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ PTA പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയ രീതിയിൽ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കാസക്കാരനായിട്ടുള്ള PTA പ്രസിഡന്റാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രതി. PTA പ്രസിഡന്റ് വിളിക്കുമ്പോൾ തന്നെ ഓടി വന്ന് പ്രത്യേക ഇടപെടൽ നടത്താൻ വേണ്ടി മാത്രം കേരളത്തിൽ കണ്ണു നട്ട് കാത്തിരിക്കുന്ന ഷോൺ ജോർജിനെ പോലുള്ള വർഗീയവാദികൾക്ക് ഇടം നൽകിയത് ഈ PTA പ്രസിഡന്റിനെ പോലുള്ള ആളുകളാണ്. അത്തരത്തിലുള്ള PTA പ്രസിഡന്റിനെ വെച്ചിട്ട് ആ സ്കൂൾ മുന്നോട്ട് പോകണമോ എന്നത് തീരുമാനിക്കേണ്ടത് മാനേജ്മെന്റിന്റെ വിവേചന അധികാരമാണ്. ഏത് വസ്ത്രം കുട്ടികൾ ധരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പോലെ ഈ വർഗീയവാദികളായിട്ടുള്ള PTA പ്രസിഡന്റുമാരെ, കക്ഷി രാഷ്ട്രീയ താല്പര്യം വെച്ച് പുലർത്തുന്ന PTA പ്രസിഡന്റുമാരെ, അത് മാത്രം പറഞ്ഞ് അഭിമാനിക്കുന്ന PTA പ്രസിഡന്റുമാരെ വെച്ച് സ്കൂൾ നടത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് മാനേജ്മെന്റിന്റെ വിവേചന അധികാരത്തിൽ പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ കക്ഷി ആരാണ്? ഇത് കേട്ട പാടെ കേൾക്കാത്ത പാടെ അവിടെ ഓടി വന്ന് അതിക്രമിച്ച് കയറി ബഹളം വെച്ച് KG കുട്ടികളുടെ ക്ലാസ് സെക്ഷന്റെ അടുത്ത് ബഹളം വെച്ച SDPIക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ ഒരു പങ്ക് പറ്റാൻ തന്നെയാണ് വന്നത്. ഇത് ബഹളമുണ്ടാക്കി, അലമ്പുണ്ടാക്കി ഇതിന്റെ ഒരു പക്കും പറ്റാൻ തന്നെയാണ് വന്നത്. കാസയും ക്രിസംഗിയും BJPയും RSSും എന്ത് ചെയ്യുന്നോ അതിന്റെ അപ്പുറത്തൊരു വേഷം ചെയ്തുകൊണ്ട് മറ്റൊരു പക്ഷം പിടിച്ച് പങ്ക് പറ്റാൻ നോക്കാതെ ഇതിൽ രണ്ട് കൂട്ടരെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ രാജ്യത്ത് ആരുടെ നിലനിൽപ്പിന്റെയാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു ആർജവമാണ് ഉണ്ടാകേണ്ടത്. അതുണ്ടായില്ല. മൂന്നാമത്തെ കൂട്ടരാണ് താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയിലെ മന്ത്രിയുടെ ഭാഗത്തുനിന്ന്. ഞാൻ ഒന്ന് രണ്ട് ഈ രണ്ടു കൂട്ടരെയും കണ്ട് സംസാരിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ആർജവം കോൺഗ്രസ് നേതാക്കളായ ഹൈബി ഈഡൻ MPക്കും ഷിയാസിനും ഉണ്ടായിരുന്നോ? ജിൻഡോ, ഹൈബി ഈഡനും ഷിയാസും ഈ സ്കൂൾ അധികൃതരോട് സംസാരിച്ചോ? അജിംസ, ഞാൻ പറയട്ടെ, ഞാൻ അവര് എന്നെ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ആക്ഷേപം പറഞ്ഞല്ലോ, അതിന് മറുപടി പറഞ്ഞിട്ട് അജിംസിന്റെ ചോദ്യത്തിന് വരാം. ഞാൻ വരും, ആ ചോദ്യത്തിന് മറുപടി പറയും. സൂംബ വിവാദവും സ്കൂൾ സമയമാറ്റ പ്രശ്നവും ഭിന്നശേഷി അധ്യാപകരുടെ പ്രശ്നം ഉണ്ടായപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് എന്തായിരുന്നു? ഈ സർക്കാർ സ്ഥാപനങ്ങളോടൊപ്പം തന്നെ ഈ കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങൾ നടത്തിപ്പിൽ മത സാമുദായിക സംഘടനകൾക്ക് തുല്യ പങ്കാളിത്തമുണ്ട്. ആ സാമുദായിക സംഘടനാ നേതാക്കന്മാരെയൊക്കെ ആക്ഷേപിക്കുന്ന നിലപാടുകൾ എടുത്ത് വെല്ലുവിളിക്കല്ലേ? വെല്ലുവിളി തുടരുന്നു. 1-2 ആഴ്ച വെല്ലുവിളി നടത്തിയിട്ട് സകല സംഘപരിവാറുകൾക്കും സംഘാക്കൾക്കും തൃപ്തി കൊടുത്തതിന് ശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ മത മേലധ്യക്ഷന്മാരും സാമുദായിക നേതാക്കന്മാരുമായിട്ട് സന്ധി ചെയ്യുന്നു. അപ്പോൾ ഈ മത മേലധ്യക്ഷന്മാർ തന്നെ പറയുന്നു സർക്കാർ ഞങ്ങളുടെ ഭാഗം കേട്ടുവെന്ന്. ഒരേ സമയം സംഘാക്കളെയും ഒരേ സമയം സംഘപരിവാറിനെയും അപ്പുറത്തെ പക്ഷത്ത് മത സാമുദായിക നേതാക്കന്മാരെയും തൃപ്തിപ്പെടുത്തുന്ന നിലപാട് ഈ വിദ്യാഭ്യാസ മന്ത്രി തുടരാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അതിന്റെ ഭാഗമാണ് 24 മണിക്കൂറിനിടയിൽ 3 പ്രാവശ്യം വിദ്യാഭ്യാസ മന്ത്രി
അവർ നിലപാട് മാറ്റി. ആദ്യം സ്കൂളിന് അത്തരത്തിലുള്ള നിയമം അനുവദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പിന്നെ കുട്ടിക്ക് അനുകൂലമായിട്ട് പറയുന്നു, പിന്നെ അവിടെ പ്രശ്നം പരിഹരിച്ചെങ്കിൽ മറ്റൊരു തർക്കമില്ലെന്ന് പറയുന്നു, പിറ്റേ ദിവസം വീണ്ടും മറ്റൊരു നിലപാട് പറയുന്നു. ആദ്യം ഇതിൽ കൃത്യമായിട്ട് അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യത്തിന് വേണ്ടി നടപടി പറയാൻ ഇവിടെ ഇതെല്ലാം അലമ്പാക്കിയതിൽ ഈ മൂന്ന് കക്ഷികളും പങ്കാളികളാണ്. ഇനി നാലാമത്തത് ഹൈബി ഈഡൻ വിദേശത്തായിരുന്നു. ഇവിടെ കാസയുടെ തീവ്രവാദിയായിട്ടുള്ള PTA പ്രസിഡന്റ് പറയുന്നത് ഹൈബി ഈഡൻ എന്താ ഓടി വരാത്തതെന്ന്. നാട്ടിലെ വർഗീയവാദികൾ എപ്പോ ഇവിടെ തീയിടുന്നു വിചാരിച്ച് നാട്ടിലെ ആളുകൾക്ക് മുഴുവൻ ഇവിടെ എപ്പോഴും നോക്കി നിൽക്കാൻ പറ്റുമോ? അദ്ദേഹം വിദേശത്ത് പോയി, അദ്ദേഹം വന്ന പാടെ ആദ്യം ചെന്നത് ഈ സ്കൂളിലേക്കാണ്, ആ വിദ്യാർത്ഥിയുടെ വീട്ടിലേക്കാണ്. അവരുമായിട്ട് സംസാരിച്ചു, പ്രശ്നം മനസ്സിലാക്കി. ഹൈബി ഈഡൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ കോൺഗ്രസിന്റെ MP ഈ കുടുംബത്തിനോ കുട്ടിക്കോ ആ പാരന്റിനോ എതിരായിട്ട് എവിടെയെങ്കിലും സംസാരിച്ചോ? സംസാരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ സ്കൂളിൽ പോയി മാനേജ്മെന്റിന്റെ പ്രതിനിധികളെ കാണാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം കാത്തിരുന്നു. അവിടുത്തെ പ്രിൻസിപ്പൽ DEOയും AEOയുമായി ബന്ധപ്പെട്ട മീറ്റിംഗിലായതുകൊണ്ട് കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ബാക്കി അവിടെയുള്ള സിസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് കണ്ട് സംസാരിച്ചു, ഇടപെട്ടതിന് ശേഷം നിലവിലുള്ള സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി, പരസ്പരം പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ആ കുട്ടിക്ക് അവിടെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി ഇവിടെ അബ്ദുൾ അസീസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഫാദർ അജി പുതിയ മഠത്തിനോട്. എന്റെ ബോധ്യത്തിൽ നിന്ന് ഞാൻ പറയട്ടെ അജിംസെ, എന്താണെന്നറിയോ, കത്തോലിക്ക പുരോഹിതർക്കും അതുപോലെ കന്യാസ്ത്രീമാർക്കും സഭാവസ്ത്രം ഇല്ലാതെയും അവർ പൊതുവേദിയിൽ പൊതുസ്ഥലങ്ങളിൽ ഇടപെടാറുണ്ട്, യാത്ര ചെയ്യാറുണ്ട്. പുരോഹിതർ അവർ ലോഹ ധരിക്കാതെയും യാത്ര ചെയ്യാറുണ്ട്. ഞാൻ കണ്ട് ഒരു നിമിഷം, മറ്റാരെങ്കിലും ആണെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഹൈബി ഈഡൻ MP കാണാനെത്തിയിട്ട് സെന്റ് റീത്ത സ്കൂളിന്റെ അധികൃതർ അദ്ദേഹത്തെ കാണുന്നില്ല, അവർ തിരക്കാണെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ഒട്ടും വിശ്വാസയോഗ്യമല്ല. ജിൻഡോ, കേട്ടില്ല. ഹൈബി ഈഡൻ ആയതുകൊണ്ടാണ്. ഹൈബി ഈഡൻ MP തനിക്കൊന്ന് കാണണം എന്ന് സെന്റ് റീത്ത സ്കൂളിന്റെ അധികൃതരോട് പറഞ്ഞിട്ട് അവർ തിരക്കാണ്, DD ഓഫീസിലാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒട്ടും വിശ്വാസയോഗ്യമല്ല. അദ്ദേഹത്തിന് അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അല്ല. അജിംസെ ഇതിൽ വിശ്വാസയോഗ്യമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഭാരതത്തിന്റെ സംസ്കാരത്തെ പഠിപ്പിക്കുന്ന, സ്കൂളിന്റെ കരിക്കുലത്തിന് പുറത്ത് ഭാരതത്തിന്റെ സംസ്കാരത്തെ പഠിപ്പിക്കുന്ന സാരേ ജഹാംസെ അച്ഛ പോലെയുള്ള ഇന്ത്യയെ കുറിച്ചാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നതെന്ന് പറയുന്ന ആ കന്യാസ്ത്രീ ധരിച്ചിരിക്കുന്ന ശിരോവസ്ത്രവും അതും മതാചാര പ്രകാരമുള്ളതാണെന്നുള്ള തിരിച്ചറിവില്ലാതെ ഒരു കുട്ടി ഒരു ഹിജാബ് ധരിക്കുമ്പോൾ, തലമുണ്ട് ധരിക്കുമ്പോൾ അത് മറ്റു കുട്ടികൾക്ക് ഭയം ജനിപ്പിക്കും എന്ന് പറയുന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുള്ള ആളുകൾ ചിലപ്പോൾ ഹൈബി ഈഡനെ പോലുള്ള ആളുകളെ കാണാതിരുന്നിട്ടുണ്ടാകുന്നു. നമ്മൾ ഇതെല്ലാം അവിശ്വസിക്കില്ല അജിംസെ. ഈ രാജ്യത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിന് പുറത്ത് മംഗലാപുരം തൊട്ട് അങ്ങോട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരേ രീതിയിലുള്ള വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരുപോലെ പോരാടുന്ന രണ്ട് വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷങ്ങളാണ് ഇവര്, ക്രൈസ്തവരും മുസ്ലിങ്ങളും. അല്ലെ, വസ്ത്രം നമ്മുടെ ഒരു സമര മാർഗമാകുക ഇന്ത്യയിൽ, അത് തിരിച്ചറിയാത്ത മനുഷ്യർ ഒരു കുട്ടി ഒരു ഹിജാബ് ധരിക്കുമ്പോൾ പൊതുവായിട്ടുള്ള യൂണിഫോം കോഡിന് വിരുദ്ധമല്ല എന്ന് മനസ്സിലാക്കിയിട്ടും അതിന് ഇടം കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ, ആ പുറത്തേക്ക് TC വാങ്ങിപ്പോയ കുട്ടി ജയിച്ചു നിൽക്കുന്ന കുട്ടിയാ. പരാജയപ്പെട്ടതേ ആ ക്രിസ്തുവിന്റെ വിളിമ്പിൽ തൊട്ട്, വസ്ത്ര വിളിമ്പിൽ തൊട്ട് മറ്റേ അത്ഭുതം സൃഷ്ടിക്കപ്പെട്ട് രോഗം ശുദ്ധമാക്കപ്പെട്ട രക്തസ്രാവക്കാരിയായിട്ടുള്ള സ്ത്രീയുടെ ഉപമ മനസ്സിലാക്കാത്ത, അത്ഭുതത്തെ കുറിച്ച് മനസ്സിലാക്കാത്ത ഇത്തരം സിസ്റ്റേഴ്സുമാരെ കണ്ണ് തെളിയിക്കാൻ, തിരുത്തൽ വരുത്താനായിട്ടുള്ള സാഹചര്യമായിട്ട് ഇത് മാറണം. ഇനി അജിംസോട് ഒരു കാര്യം കൂടി പറയാം. കേരളത്തിൽ ഒരുപാട് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ മതന്യൂനപക്ഷങ്ങളിൽ പെടുന്ന, മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് ഹിജാബും മറ്റു തരത്തിലുള്ള അവരുടെ വസ്ത്രങ്ങളും ധരിക്കാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അനുവാദമുള്ള സ്ഥലങ്ങളുണ്ട്. ഇല്ലാത്ത ഇടങ്ങളുമുണ്ട്. ഇവിടെ ഒരു കാര്യം കോൺഗ്രസിന് പറയാനുള്ളത്, രാജ്യത്തെ നിയമങ്ങളെ മാത്രം വ്യാഖ്യാനിച്ചുകൊണ്ടല്ല നീതി ഉറപ്പാക്കപ്പെടേണ്ടത്. നീതി എന്നുള്ളത് മാനവിക ബോധത്തിൽ നിന്നാണ്, മറ്റുള്ളവരെ ഉൾച്ചേർക്കുന്നതിൽ നിന്നാണ്. ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസ് ആ വിഷയത്തിൽ ഇടപെട്ടത് എന്താണ് കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് എന്നുള്ളത് രീതി തന്നെയാണ്. ആ കുട്ടിക്ക് അവിടെ പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയവാദികൾ തമ്മിൽ തല്ലുമ്പോൾ ഒരു കുട്ടിയുടെ ഭാവിയിൽ ഇരുട്ടടയാൻ പാടില്ല എന്നുള്ള കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നാണ്. അതല്ലേ ചെയ്യേണ്ടത് നമ്മൾ. ഫാദർ അജി, ഇവിടെ ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ഭരണഘടനാ വിവക്ഷ എന്താണെന്നും പൊതു ഇടം, ആ പൊതു ഇടത്തിൽ മതചിഹ്നങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ഡിബേറ്റ് ഒരു വലിയ കോണ്ടെക്സ്റ്റിൽ നടത്തേണ്ട ഒന്നാണ്. പക്ഷേ കത്തോലിക്ക സഭയുടെ കീഴിൽ, പ്രത്യേകിച്ചും ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ കുറേ ഇടങ്ങളിൽ അനുവദിക്കാം. അങ്ങ് തന്നെ പറയുന്നു 50% ഇടത്ത് അനുവദിക്കുന്നുണ്ട്. അതിൽ പലതും എയ്ഡഡ് സ്കൂളുകളായിരിക്കും. എയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികൾ ഈ കാരണത്താൽ പിരിഞ്ഞു പോയാൽ ക്ലാസ്സുകൾ പോവും, അധ്യാപകരുടെ ജോലി പോവും, അങ്ങനെ പലധികം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യമോ യുക്തിയോ ലോജിക്കോ ഒന്നുമില്ലാതെ ഒരു പ്രധാന അധ്യാപിക അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പാൾ വാശി പിടിക്കുന്നു. ആ വാശി പിടിക്കുന്നവരുടെ ഭാഷയിൽ തന്നെ അടിമുടി കൃത്രിമത്വമാണ്.
അവർ ഇന്ന് സാരേ ജഹാസെ അച്ഛൻ എന്നൊക്കെ പാടുന്നതും കേട്ടു, എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ലോജിക്ക് എന്താണ്, അതൊക്കെ അവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഒരു ലോജിക്കും ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയുള്ള പിടിവാശിയാണിത്. അത് ഈ സ്കൂളിൻ്റെ തന്നെ ബൈലോയിലോ അല്ലെങ്കിൽ പ്രോസ്പെക്ടസിലോ ഹിജാബ് ധരിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതില്ല. യൂണിഫോം പറയണ്ടാവും, ഹിജാബ് ധരിക്കാൻ പോയില്ല എന്ന് പറഞ്ഞാൽ അത് പറയുന്നില്ല. എന്നിരിക്കെ ആരുടെയൊക്കെയോ ഗൂഢാലോചനയ്ക്ക് വഴങ്ങേണ്ടി വരുന്ന ഒരു നിസ്സഹായാവസ്ഥയുണ്ടല്ലോ, അത് നിസ്സഹായാവസ്ഥ തന്നെയാണോ അതല്ല അതിൻ്റെ ഒപ്പം തന്നെ ആടുകയാണോ? പൊതു ഇടങ്ങളിൽ മതേതരമായിരിക്കണം എന്നുള്ള നിലപാട് ഞാൻ ആവർത്തിക്കുകയാണ്. അത് ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു പാനലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ചോദിച്ചിരുന്നു, ലോവേ ഇല്ലാതെ താങ്കൾ ഒരു സ്ഥലത്ത് പോകുമോ? ഇപ്പോൾ ഞാനൊരു അഭിഭാഷകനാണ്. കോടതിയിൽ ചെല്ലുമ്പോൾ കോടതിയുടെ യൂണിഫോം ഞാൻ ധരിച്ചേ പറ്റൂ. അഭിഭാഷകനായിട്ട് എനിക്കവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ അതിന് പോകരുത്. പോയാൽ തീർച്ചയായിട്ടും ചെയ്യണം. ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. മതപരമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ, ഐഡൻറ്റിറ്റി മറ്റൊരു സ്ഥലത്ത്, പൊതുസ്ഥലത്ത് നമ്മൾ നിർബന്ധം പിടിക്കരുത് എന്നുള്ളത് നമ്മുടെ പൊതുസമൂഹത്തിന് ഏറ്റവും ആരോഗ്യപരമായ ഒരു കാര്യമാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരുണ്ടാകാം. പക്ഷേ നമ്മുടെ പൊതുസമൂഹം കൂടുതൽ ഇതുപോലെയുള്ള മതപരമായ ആവശ്യങ്ങൾ വീണ്ടും വീണ്ടും മുന്നോട്ട് വന്നാൽ അത് കൂടുതൽ, ഞാൻ പറഞ്ഞില്ലേ, നാളെ ക്രൈസ്തവ സമൂഹത്തിലെ കുറച്ച് പേര് ഇതുപോലെ ഡ്രസ്സിന് വേണ്ടി വാശി പിടിച്ചാൽ, ദയവായി ശ്രദ്ധിക്കുക, നാളെ ഹൈന്ദവ സമൂഹത്തിലെ ആളുകൾ വാശി പിടിച്ചാൽ നമ്മുടെ ഈ കേരള സമൂഹം എവിടെയാകും? പിന്നെ വാക്കുകളിൽ, അത് ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും കുട്ടിയോട് സംസാരിച്ച കാര്യത്തിലൊക്കെ വാക്കുകളിൽ മിതത്വം പാലിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു പൊതുവായിട്ട് പെരുമാറുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ജീവിക്കുന്ന ആളല്ലേ. നോക്കൂ, നമ്മളൊരു പൊതു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുകയാണ്. ശബരിമലയ്ക്ക് മാലയിട്ട് കറുത്ത മുണ്ടെടുത്താൽ ഈ മുണ്ടെടുത്ത് വരുന്ന ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അവരോടൊപ്പം ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ PGക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒപ്പം ലോഹയിട്ട വൈദികനും സഭാവസ്ത്രമുള്ള കന്യാസ്ത്രീകളും ഉണ്ടായിരുന്നു. നമുക്കൊന്നും അതൊരു പ്രശ്നമല്ല. അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇത് ഫ്രാൻസോ അമേരിക്കയോ ഒന്നും അല്ലല്ലോ. ഓക്കെ, ഒരു അനുവദിക്കുന്ന സ്ഥലത്താവാമെന്നേ, ഒരു കുഴപ്പമില്ലെന്നേ. അനുവദിക്കുന്ന സ്ഥലത്ത് അതുപോലെ നടക്കട്ടെ. ആ സ്കൂളിൽ ഞാൻ അവരുടെ അവിടുത്തെ വാക്കുകളെയോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ന്യായീകരിക്കാനൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിൻ്റെ പർട്ടിക്കുലർ ഇഷ്യൂ നിന്ന് മാറിയിട്ട് കേരള സമൂഹം ഇന്ന് എത്തി നിൽക്കുന്ന ജീർണതയെപ്പറ്റി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു പ്രശ്നം ഒരു മതപരമായി നമ്മൾ ഓരോരുത്തരും, ഓരോ സമൂഹവും ഇതുപോലെ വാശി പിടിച്ചാൽ എന്തായിരിക്കും ഇന്ത്യയിൽ സംഭവിക്കുക? ഇപ്പം RSS മുന്നോട്ട് വെക്കുന്ന ഒരു ചിന്ത എന്താണ്? നമ്മുടെ രാജ്യം മുഴുവനും ഒരു വേദിക് രാജ്യമായിട്ട് മാറണം. അതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം. അതുപോലെ തന്നെ കാസ എന്താ മുന്നോട്ട് വെക്കുന്നത്? അതിൽ കുറെ മുസ്ലിം വിരോധത്തെ അടിസ്ഥാനമാക്കി ഇതുപോലെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഉപയോഗിക്കേണ്ട ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രധാരണം, ഈ ഇതുപോലെയുള്ള ഐഡന്റിറ്റികളിലൂടെയാണ് സമൂഹത്തിൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്നത്. ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ്. ആ സെന്റ് റീത്ത സ്കൂളിൽ വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. അവിടെ ഹിജാബില്ല. ഇനിയിപ്പോൾ നാളെ ഒരു അനുവദിച്ചാൽ എനിക്കൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ നാളെ സുപ്രീം കോടതി ഒരു വിധി പറയുകയാണ്, ഈ ഹിജാബ് അല്ലെങ്കിൽ ശിരോവസ്ത്രം സിഖുകാർക്ക് അനുവദിച്ചതുപോലെ ഇത് എസെൻഷ്യൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചാൽ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല, അത് നമുക്ക് അനുവദിക്കാം. ഇവിടെ പക്ഷേ ഇതില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ഇതുപോലെയുള്ള നിർബന്ധങ്ങൾ പിടിച്ചാൽ ഈ കേരളം വീണ്ടും ഭ്രാന്താലയമാകും. അങ്ങനെ ഭ്രാന്താലയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചാനൽ തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, വഖഫ് വിഷയത്തിൽ ഞാൻ സംസാരിച്ചപ്പോൾ അന്ന് കാസക്കാരെന്നെ ആക്രമിച്ചു. കുറെ ക്രൈസ്തവര് കുറച്ചു പേര് പറഞ്ഞു ഞാൻ എന്താ പറയുന്നത്, കപ്പലണ്ടി മേടിച്ചിട്ട് അല്ലെങ്കിൽ ഫണ്ട് മേടിച്ചിട്ട് ഈത്തപ്പഴം മേടിച്ചിട്ട് പറയുന്നതാണ്. അന്ന് ഞാൻ വഖഫിന് വേണ്ടി, വഖഫ് നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഈ ചാനലിലും മറ്റു പല ചാനലിലും പോയി പറഞ്ഞ് ഈ കാസക്കാരുടെ ഒക്കെ തെറിമേടിച്ച ആളാണ് ഞാൻ. അതേ ആള് തന്നെ ഞാൻ ഇന്ന് അതേ ശക്തിയോടുകൂടി പറയുകയാണ്, STP പോലെയുള്ള സംഘടനകൾ ഇതുപോലെയുള്ള കാര്യം ചെയ്താൽ അതിവിടെ വീണ്ടും അത് വളമാകുക ചെയ്യുന്നത്. SDPയും കാസയും RSSും വിരുദ്ധ സംഘടനകളല്ല, പൂരക സംഘടനകളാണ്. മനസ്സിലാക്കണം. ഇവിടെ STP ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളും അത് കാസയ്ക്ക് വളമാണ്, RSSന് വളമാണ്. നമ്മുടെ കേരളം ഇങ്ങനെയായി തീർണമെന്നാണോ ആഗ്രഹിക്കുന്നത്? എനിക്ക് കോൺഗ്രസ് പാർട്ടിയോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും പറയാനുള്ളത്, ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളാണ്. ഈ കാര്യത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിൽ, ഇതുപോലെയുള്ള ഈ മതപരമായ കാര്യങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിൽ കേരളം ഒരു കേരളമായിട്ട് മതരാഷ്ട്രമായിട്ട് മാറും. ഇന്നത്തെ സംഘപരിവാറിന്റെ ആഗ്രഹം എന്താണ്?
ഇത് മതരാഷ്ട്രമാകണമെന്നാണ്. ഒരു PC ജോർജ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞെന്താണ്, ഇത് ഹിന്ദു രാഷ്ട്രമാണെന്ന്. അദ്ദേഹം എത്ര സ്ഥലത്താണ് പറഞ്ഞത്? എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം? ഈ ഒരു മതത്തെ ഉപയോഗിച്ചാണ്. അപ്പം നമ്മൾ മതത്തെ ഒരു രാഷ്ട്രീയ ടൂളായിട്ട് SDPI ഉപയോഗിച്ചാലും കാസ ഉപയോഗിച്ചാലും RSS ഉപയോഗിച്ചാലും സമൂഹത്തിലുണ്ടാകുന്ന പ്രതിഫലനം ഒന്ന് തന്നെയാണ്. ഇതാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്ത് ആ സിസ്റ്റർ ഇങ്ങനെ പെരുമാറാമായിരുന്നു അങ്ങനെ പെരുമാറാമായിരുന്നു എന്നുള്ളതല്ല. കേരളം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ ഒരു വിഷയത്തിന്റെ പേരിൽ കേരളം ചർച്ച ചെയ്യേണ്ട എത്രയോ കാര്യങ്ങൾ മാറ്റിവെച്ചു. ഈ സമയത്തിന്റെ പ്രത്യേകത എന്താണ്? ഒക്ടോബർ മാസം, ഇത് അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നു. ഇതിലെങ്ങനെ 10 വോട്ട് ഉണ്ടാക്കാന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കുന്നത്. ഇടതുപക്ഷം അതാ ചിന്തിക്കുന്നത്. SDPIക്ക് എങ്ങനെ മുസ്ലിം ലീഗിനേക്കാൾ വോട്ടുണ്ടാക്കാമെന്ന് അവർ ചിന്തിക്കുന്നു. കാസയ്ക്ക് എങ്ങനെ വോട്ടുണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നു. ഈ മതപരമായിട്ടുള്ള ഇതുപോലെയുള്ള അനുഷ്ഠാനങ്ങളെ രാഷ്ട്രീയ ടൂളാക്കി ഉപയോഗിക്കുന്നതാണ്. ഇത് തന്നെയാണ് നാസികളും ചെയ്തത്. ഇത് തന്നെയാണ് മുസോളിനിയും കുറേയൊക്കെ ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇത് തികച്ചും അപകടകരമാണ്. അതുകൊണ്ട് ഞാനൊരു മതവിരുദ്ധനല്ല, ഞാനൊരു മതത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. ഇതാ മതവസ്ത്രം ധരിച്ച ആളാണ്. പക്ഷേ ഈ മതവസ്ത്രം ധരിച്ചുകൊണ്ട് കോടതിയിൽ നാളെ ചെന്നാൽ എനിക്ക് അനുവദിക്കണമെന്ന് ഞാൻ പറയില്ല. അതുപോലെ തന്നെ ഞാൻ ഒരു സ്കൂളിൽ പഠിക്കാൻ ചെന്നാൽ, കോളേജിൽ പഠിക്കാൻ ചെന്നാൽ അവിടെ യൂണിഫോം ഉണ്ടെങ്കിൽ ആ യൂണിഫോമിലേ ഞാൻ പോവുകയുള്ളൂ. കാരണം അതാണ് അവിടുത്തെ നിയമം. എനിക്ക് നിർബന്ധമുണ്ടെങ്കിൽ ലോവെ അനുവദിക്കുന്ന, അജിംസ് പറഞ്ഞതുപോലെ അത് അനുവദിക്കുന്ന സ്ഥലത്ത് എനിക്ക് പോകാം. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് കേരള വ്യക്തമാണ്. അഡ്വക്കേറ്റ് അമീൻ ഹസൻ, അഡ്വക്കേറ്റ് അജി പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ്. ഒന്ന്, ഇതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്ന കാര്യത്തിൽ കൃത്യമായ കൺക്ലൂസീവായ ഒരു കോടതി വിധിയില്ല. അതിപ്പോഴും ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനയിലാണ്. ഒന്ന്, അപ്പോൾ കൃത്യമായ കോടതി വിധിയില്ലാത്തൊരു കാര്യത്തിൽ ഒരു സ്കൂൾ ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനമെടുക്കുമ്പോൾ അത് നടത്തിയേ പറ്റൂ എന്ന് വാശി പിടിക്കുക. അങ്ങനെ വാശി പിടിക്കുന്നത് വഴി ഇതിനെ വർഗീയമായി മുതലെടുക്കാൻ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഒരു വടിയായി കൊടുക്കുക. അങ്ങനെ ആവരുതെന്ന് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയുള്ളതെന്നാണ് എനിക്ക് കേൾക്കുമ്പോൾ തോന്നിയത്. അമീൻ എന്ത് തോന്നുന്നു? എനിക്കങ്ങനെ തോന്നുന്നില്ല ജിൻസേ. പണ്ടേ ഇന്നോ കാസയെ എതിർത്തിരുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ കാസയുടെ അതേ രാഷ്ട്രീയ അജണ്ട വേറൊരു രീതിയിൽ അവതരിപ്പിച്ചാൽ അത് അങ്ങനെ അല്ലാതാവില്ലല്ലോ. ഇത് വളരെ അദ്ദേഹത്തിന് ബോധപൂർവമായിരിക്കില്ല, പക്ഷെ വളരെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ ശിരോവസ്ത്രം എസെൻഷ്യൽ ആണോ അല്ലയോ എന്ന് കോടതി തീരുമാനിക്കണോ? ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തിന് അവരുടെ എസെൻഷ്യൽ ആയിട്ടുള്ള, കോടതി എപ്പോഴാണ് ഒരു കാര്യം എസെൻഷ്യൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുക? ആ കാര്യത്തിൽ ഭരണകൂടം ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരുമ്പോഴാണ്. ഇപ്പോൾ സുപ്രീം കോടതി ഹിജാബ് എസെൻഷ്യൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ അത്ര ഒരു സാഹചര്യം ഇല്ല. യഥാർത്ഥത്തിൽ അല്ലാത്ത തരത്തിൽ തന്നെ ഭരണഘടനാപരമല്ല റെസ്ട്രിക്ഷൻ എന്ന നിലപാട് കൂടി സുധാംശു ധൂലിയുടെ ജഡ്ജ്മെന്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് നമ്മുടെ വാദം. അതവിടെ നിൽക്കട്ടെ. എസെൻഷ്യൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടി വരുന്ന സാഹചര്യം അതുമാത്രമാണ്. അല്ലാത്ത ഘട്ടത്തിൽ തങ്ങളുടെ സംസ്കാരം അനുസരിച്ച്, വിശ്വാസം അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ഭരണഘടനാപരമായ മൗലികാവകാശം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ വസ്തുതകളെ വളച്ചൊടിച്ചിട്ട് ഇത് നേരത്തെ വഖഫ് വിഷയത്തിൽ കാസ ചെയ്തതുപോലെ ഇപ്പോൾ SDPI ചെയ്യുന്നു എന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതിയോ? ഈ കാര്യത്തിൽ ഈ പെൺകുട്ടിയെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ സന്ദർഭത്തിൽ കുട്ടിയുടെ പിതാവും മാതാവും കുട്ടിയെ വിളിക്കാൻ വേണ്ടി സ്കൂളിൽ വരുന്ന സമയത്ത് അവിടെ കാസക്കാരെ കൊണ്ടുവന്നിരുത്തിയത് ആരാ? 4 കാസക്കാരെ കൊണ്ടുവന്നിരുത്തി ഈ കുട്ടിയുടെ പിതാവിനെ ഉന്തയും തള്ളുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി, ഒരു വീഡിയോ ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി. PTA പ്രസിഡന്റ് ധാരാളം വർഗീയ പരാമർശങ്ങൾ നടത്തി കാസയുടെ നിലപാടുകൾ സ്വാഗതം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ആരാ? അത് തിരുത്തണ്ടേ നമ്മൾ? അതല്ലേ ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സമൂഹത്തിൽ ഈ പട്ടാളത്തിലെ യൂണിഫോം പോലെയും പോലീസിലെ യൂണിഫോം പോലെയും കോടതിയിലെ അഭിഭാഷകരുടെ യൂണിഫോം പോലെയാണ് സ്കൂൾ കുട്ടികളുടെ യൂണിഫോം എന്ന വാദം കോടതികൾ തന്നെ, ഫാദർ അജിക്ക് കോടതിൻ്റെ തീർപ്പ് മതിയെങ്കിൽ കോടതികൾ തന്നെ നിരവധി തവണ തള്ളിക്കളഞ്ഞിട്ടുള്ള വാദമാണ്. ഇനി പ്രാക്ടീസ് നോക്കൂ. ടർബൻ ധരിക്കാത്ത ഏതെങ്കിലും, ഈ ഇന്ത്യയിലുള്ള ഏതെങ്കിലും സിഖ് സമുദായത്തിൽ നിന്നുള്ള ഒരു കുട്ടിയെ ഇന്ന് വരെ ഏതെങ്കിലും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്നോ പുറത്താക്കിയതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പഞ്ചാബിൽ എത്രയോ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുണ്ട്. എവിടെയെങ്കിലും പുറത്താക്കിയിട്ടുണ്ടോ? ഇപ്പോൾ സിസ്റ്റർ സെബയുടെ കാര്യം ഉണ്ടായിരുന്നല്ലോ. അവരൊരു ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ എക്സാം എഴുതാൻ പോയപ്പോൾ അവരെ പരിശോധിച്ചതിന് ശേഷം ഈ ശിരോവസ്ത്രവും കുരിശും അഴിച്ചില്ലെങ്കിൽ എക്സാം എഴുതാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അവരെ പരീക്ഷ എഴുതിയില്ല. അന്ന് KCBCയുടെ നിലപാട് എന്തായിരുന്നു? മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നാണ്. ഫാദർ അജിയുടെ നിലപാട് എന്താ? ഇത് വിചിത്രമായ രീതിയിൽ ഈ വാദങ്ങൾ ഉന്നയിക്കരുത് എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ പറയുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഫാദർ അജി, ഇന്ത്യൻ ഭരണഘടനയിൽ കേവല മൗലികാവകാശത്തെക്കുറിച്ചല്ല,
പ്രിയാമ്പിൾ മുന്നോട്ട് വെക്കുന്ന ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ആശയം ഉൾക്കൊള്ളലിൻ്റേതാണ്. കേരളത്തിലെ 2 പിന്നാക്ക സമൂഹങ്ങളാണ് ലത്തീൻ ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമുദായവും. ഈ 2 സമൂഹങ്ങളും പല രീതിയിൽ നമ്മൾ ന്യൂനപക്ഷ സമൂഹങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്നതിനേക്കാൾ കേരളത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന, സഹവർത്തിത്തോടു കൂടി ജീവിക്കുന്ന, അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ രാഷ്ട്രീയമായി നിർബന്ധിതരായ 2 സമുദായങ്ങളാണ്. അങ്ങനെ ഏതെങ്കിലും മുസ്ലിം വിരുദ്ധത നിലനിൽക്കുന്ന ഒരു സമൂഹമല്ല ലത്തീൻ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. ആരാണ് അവരെ തമ്മിലടിപ്പിക്കുന്നത്? ഇതിൽ വളരെ രാഷ്ട്രീയമായ അജണ്ട കൊണ്ടുവരുന്നത് ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കും. ചുമ്മാ SDPI കാസേനെ ഞാൻ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ? അവിടെ എന്ത് സംസാരിച്ചു? ഈ കുട്ടിയുടെ പിതാവിനോട് എത്ര ആളുകൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് സംസാരിച്ചു? ഫാദർ അജിക്ക് എന്താ സംസാരിച്ചൂടെ? കുട്ടിയുടെ വീട്ടിൽ നിന്ന് പോയി നോക്കൂ. ക്രിസ്ത്യൻ സഭകൾ, മുസ്ലിം സമുദായത്തിൻ്റെ താങ്കൾ ശ്രദ്ധിച്ചോ? ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഏതെങ്കിലും ആ തരത്തിലുള്ള മുസ്ലിം സംഘടനകൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്ത അവർക്ക് നിലപാടില്ലാഞ്ഞിട്ടാണോ? ഇന്നിപ്പോൾ ഈ കുട്ടി ഞാൻ ഇനി സംഘർഷത്തിനില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് അവർക്ക് ആ സ്കൂളിൽ പഠിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടോ അവർ ഹേർട്ടാവാത്തതുകൊണ്ടോ ആണോ? അല്ല, ഈ സംഘർഷം ഒഴിവാക്കാനാണ്. ആ മര്യാദ, ആ മാന്യത തിരിച്ചും കാണിക്കേണ്ടേ എന്നാണ് ഒന്നാമത്തെ കാര്യം. രാജ്യം ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ജിൻഡോയും NK അബ്ദുൽ അസീസും ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഹൈബി ഈഡനോ മുഹമ്മദ് ഷിയാസോ മറ്റാരെങ്കിലുമോ ഇവരെ ഭീഷണിപ്പെടുത്തി എന്ന പരാതി ആ കുട്ടിക്കില്ല. ജിൻഡോ, ഞാൻ പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. പരാതി എന്താണെന്ന് വെച്ചാൽ ഹൈബിയുടെ ഉദ്ദേശത്തെ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അവിടുത്തെ ജനപ്രതിനിധികളുടെ ഈ കാര്യത്തിലുള്ള ഉദ്ദേശശുദ്ധിയെ നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. അവരുടെ താല്പര്യത്തെയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അത് വളരെ കൃത്യവും വേണ്ടതുമായിരുന്നു. പക്ഷേ മാനേജ്മെൻറ്റുമായി ഒരു ഒരുമിച്ചുള്ള ചർച്ച പോലും നടത്താതെ നിങ്ങൾ നിശബ്ദമാവുകയാണ് വേണ്ടത് എന്ന നിലപാട്, അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നേ ഇല്ല ജിൻഡോ എന്ന നിലപാട് മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പീഡിതരായ, ഞാൻ ജിൻഡോയുടെ ധാരാളം പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ള ഒരാളാണ്. അങ്ങയുടെ നിലപാടിനെ ഹൃദയത്തിൽ തൊട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ തരത്തിൽ ഈ പീഡിതരാകുന്ന മൗലികാവകാശം നിഷേധിക്കപ്പെടുന്ന കുട്ടിയോട് നീ സഹിക്കൂ എന്ന് പറയുകയാണോ നമ്മൾ വേണ്ടത്? ഇതൊരു സൗഹാർദ്ദിത്വത്തിൻ്റെ പ്രശ്നമാണ്, ഒരു ഇൻക്ലൂസീവ്നെസ്സിൻ്റെ പ്രശ്നമാണ്, നിങ്ങളത് ഉൾക്കൊള്ളുകയാണ് വേണ്ടത് എന്ന് അധികാരമുള്ള ആ മാനേജ്മെൻറ്റിനോട് പറയുകയാണോ വേണ്ടത് എന്ന കാര്യത്തിൽ നമ്മൾ തമ്മിൽ അഭിപ്രായമുണ്ട്. ഹൈബിയുടെ പേരിൽ കേസെടുക്കണം എന്ന് പറഞ്ഞ് NK അബ്ദുൽ അസീസിനോട് എനിക്ക് പറയാനുള്ളത്, ഈ PTA പ്രസിഡന്റിനെതിരെ ആ PTA എക്സിക്യൂട്ടീവിൽ, അവിടെ ഒരു എക്സിക്യൂട്ടീവും ചേർന്നിട്ടല്ല ഈ തീരുമാനമെടുത്ത്, PTA പ്രസിഡന്റും മറ്റു ചില ആളുകളും ചേർന്നിട്ട് ബോധപൂർവ്വം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. PTA പ്രസിഡന്റിനെതിരെ PTA എക്സിക്യൂട്ടീവ് അംഗം ഒരു പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവുമോ എന്ന് NK അബ്ദുൽ അസീസ് വിശദീകരിക്കണം. ഇല്ലെങ്കിൽ PTA ഹൈബിക്കെതിരെയുള്ള കേസ് അവിടെ നിൽക്കട്ടെ. NK അബ്ദുൽ അസീസ്, ഈ PTA കാസക്കാർക്കെതിരെ, PTA പ്രസിഡന്റിനെതിരെ താങ്കൾ ഒരു പരാതി കൊടുക്കുമോ? പോലീസ് നടപടി സ്വീകരിക്കുമോ? ആ തരത്തിലുള്ള ഒരു ഇടപെടൽ കൂടി ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോഴാണ് ഇതിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് പറയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേസമയം ഞാൻ ഇതിൽ ഗൗരവമായി കാണുന്ന പ്രശ്നം ഇത് ഇൻക്ലൂസീവ്നെസ്സിൻ്റെ പ്രശ്നമാണ് എന്ന് ഉൾക്കൊള്ളാതെ മതനിരാസത്തിൻ്റെ അജണ്ട മതവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പറയുന്നതിൻ്റെ വിചിത്രമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അത് വളരെയധികം വേദനയുണ്ടാക്കുന്നതാണ്. അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, NK അബ്ദുൽ അസീസ്, മന്ത്രി V ശിവൻകുട്ടി നല്ല നിലപാടുകൾ ഉറക്കെ പറയുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പാലക്കാട് സ്കൂളിൽ RSSകാർ ബോംബ് പൊട്ടി, സ്കൂളിൻ്റെ NOC ഞാൻ റദ്ദാക്കും, ആ റിപ്പോർട്ടിങ് കിട്ടിക്കോട്ടെ, ഇപ്പോഴും ആ സ്കൂൾ അവിടെയുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെയും അദ്ദേഹം അതിശക്തമായ നിലപാട്, ഭരണഘടനാ അടിസ്ഥാനത്തിൽ ആ കുട്ടിക്ക് പഠിക്കാനുള്ള അവകാശം സർക്കാർ സംരക്ഷിക്കുമെന്ന് നല്ല നിലപാട് സ്വീകരിക്കും. സർക്കാർ എങ്ങനെയാണ് അതിൽ ഇടപെടുന്നത്? അതായത് നിലപാട് ഉറക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അധികാരമുള്ള ഒരു ഭരണകൂടം, ഒരു മന്ത്രി എന്ന നിലയിൽ അത് ഇടപെട്ട് പരിഹരിക്കാനുള്ള ആർജവമല്ലേ വേണ്ടത് NK അബ്ദുൽ അസീസ്? തീർച്ചയായിട്ടും അദ്ദേഹം പരിഹരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് അമീൻ ഹസൻ പറഞ്ഞല്ലോ, പരാതി കൊടുക്കണം, കേസ് വരട്ടെ. അമീൻ ഹസൻ, ഞാൻ പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് നടന്ന ഗൂഢാലോചന, ഇതിനകത്ത് നടന്ന മതസ്പർദ്ധയുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നടന്ന കാര്യങ്ങൾ, ഇത്തരം സംഗതികളെക്കുറിച്ച് അന്വേഷിച്ച് ആ അന്വേഷണത്തിൽ കുറ്റവാളികളായ ആളുകൾ ആരൊക്കെയാണോ അവർക്കെതിരായ എല്ലാം നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത്. ആ പരാതി ഗവൺമെന്റ് അംഗീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അന്വേഷണം ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അമീൻ എന്താണ് പറയുന്നത്? അമീൻ, അതായത് ഹൈബി ഈഡനും മുഹമ്മദ് ഷിയാസും കാസയും മാനേജ്മെന്റും SDPI ഒക്കെ ചേർന്ന് ഒരുമിച്ച് ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന രാഷ്ട്രീയ താല്പര്യത്തെ കുറിച്ചല്ല. സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം അത് രാഷ്ട്രീയ താല്പര്യമാണ്. ഇവിടെ യഥാർത്ഥത്തിലുള്ള ക്രിമിനൽ ആക്ട് ആ പ്രിൻസിപ്പളും കാസയും ചെയ്യുന്നുണ്ട്. അതിനെതിരെ പോലീസ് ആക്ഷൻ ഉണ്ടാവും. അതുൾപ്പെടെ ഇതിനകത്ത് രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അമീന് സംശയമുണ്ടായിരിക്കാം.
അമീനും കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒക്കെ ഏതാണ്ട് ഒരേ സംശയമായിരിക്കാം അക്കാര്യത്തിലുള്ളത്. എൻ്റെ സംശയം മറിച്ചാണ്. എൻ്റെ സംശയം ഇതിനകത്ത് നടന്ന ഗൂഢാലോചനകളിലെല്ലാം 3 കക്ഷികൾ പങ്കാളികളാണ് എന്നാണ്. അതിൽ കാസയുണ്ട്, കോൺഗ്രസ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ RSS ഉണ്ട്, അവിടുത്തെ മാനേജ്മെൻറ്റ് ഉണ്ട്. 4 കക്ഷികൾ പങ്കാളികളാണ്. നേരത്തെ ഫാദർ പറഞ്ഞല്ലോ, ഫാദർ നേരത്തെ പറഞ്ഞു ഇവിടെ പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടി പിന്നെ അവരുടേതായ വസ്ത്രം വേണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നാളെ എന്താകും എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 78 വർഷമായി. ഈ 78 വർഷവും അതിനു മുമ്പ് 1000 ചില്ലാനം വർഷങ്ങളും കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിങ്ങൾ ഈ വസ്ത്രമൊക്കെ ധരിച്ചു പോകുന്നുണ്ട്. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ഇന്ന് ഒരു സുപ്രഭാതത്തിൽ ലോകത്താദ്യമായി ഒരു കുട്ടി തലയിൽ വസ്ത്രമിട്ട് പോയി എന്നതുപോലെയാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ താല്പര്യം അദ്ദേഹം പറയുന്നത് RSSന് ഞാൻ എതിരാണ് എന്ന നിലയിലാണ്, കാസക്ക് ഞാൻ എതിരാണ് എന്ന നിലയിലാണ്. RSSനും കാസക്കും ഞാൻ എതിരായതിനാൽ മുസ്ലിം പെൺകുട്ടികൾ തലയിലിടരുത് എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇതൊരു തരം വിചിത്രവാദമാണ്. അമീൻ ഹസൻ സൂചിപ്പിച്ചതുപോലെ കാസയുടെയും RSSൻ്റെയും താല്പര്യം ഫാദർ അജിയുടെ വായിലൂടെ പുറത്തു വരുന്നതായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഇതൊക്കെ ഒരു തരം ഗൂഢാലോചനയാണ്. അജി പ്രതിനിധാനം ചെയ്യുന്നതോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ സ്കൂളിൻ്റെ ഭാരവാഹികൾ പ്രതിനിധാനം ചെയ്യുന്നതോ ആയ ഒരു വിഭാഗവും കോൺഗ്രസും കാസയും എല്ലാം കൂടി ചേർന്നുകൊണ്ട് കേരള ഗവൺമെൻറ്റിനും ഇടതുപക്ഷ മുന്നണിക്കുമൊക്കെ എതിരായി ശക്തമായ എന്തോ ഒരു സംഗതി ഉണ്ടാക്കി കൊണ്ടുവരിക, അല്ലെങ്കിൽ വർഗീയ വികാരമാളി കത്തിക്കുക, അതിലൂടെയുള്ള രാഷ്ട്രീയ മുതലെടുപ്പ്. ഈ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ താല്പര്യങ്ങൾ, അതിന്റെ സാഹചര്യങ്ങൾ കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നാണ് അമീൻ ഹസൻ ഞാൻ പറഞ്ഞത്. അതേക്കുറിച്ചൊക്കെ അന്വേഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അന്വേഷിച്ച് വസ്തുതകൾ പുറത്തു വരട്ടെ. ശരി, ശ്രീ ജിൻഡോ, ഇപ്പോൾ കൊച്ചി പോലൊരു നഗരത്തിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗവും മുസ്ലിം വിഭാഗവും തമ്മിൽ ചെറിയൊരു അസ്വാരസ്യം ഉണ്ടായാൽ പോലും അതിന് രാഷ്ട്രീയ തിരിച്ചടി ആർക്കാണ് ഉണ്ടാവുക എന്ന് വ്യക്തമാണ്. അത് കോൺഗ്രസിനാണ്. എന്നിട്ടും കോൺഗ്രസ് ഇതിനെ ലാഘവ ബുദ്ധിയോടെ സമീപിച്ചു. അജിംസെ, ലാഘവ ബുദ്ധിയോടെ അല്ലല്ലോ സമീപിച്ചത്. ഇതിൽ അർഹിക്കുന്ന ഗൗരവത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ ഇടപെട്ടെ. ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ അബ്ദുൾ അസീസ് പോലും കോൺഗ്രസിന് കാസയും സംഘപരിവാറും അതുപോലെ SDP ആയിട്ട് ഗൂഢാലോചന നടത്തി എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഏത് ലോകത്താണ് താമസിക്കുന്നത് എനിക്കറിയില്ല. അദ്ദേഹം ഈ മതസ്പർദ്ധ വളർത്തുന്നവർക്കെതിരെ സംസാരിക്കണം. PC ജോർജിന്റെ കാര്യത്തിലും ശശികല അല്ല, താങ്കളൊന്നും മിണ്ടാതിരിക്കുമോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കളുടെ വക ഞാൻ കേട്ടതല്ലേ, ഞാൻ ഇടപെട്ടില്ലല്ലോ. PC ജോർജിനെതിരെ കേസെടുക്കാൻ പറ്റിയോ? എന്താ നിങ്ങളുടെ നിലപാട്? ശശികലയ്ക്കെതിരെ അല്ലെങ്കിൽ സുഗതനെതിരെ, പ്രതീഷ് വിശ്വാസിനെതിരെ ഈ കേരളത്തിലെമ്പാടും വർഗീയ വിദ്വേഷം നിരന്തരം പുലമ്പുന്ന, എന്തിന് അവസാനത്ത് പന്തളത്ത് നടത്ത BJPയുടെ ബദൽ സംഗമത്തിൽ ഒരു വർഗീയവാദിയാന്ന് പറഞ്ഞ ആ കള്ളസ്വാമിക്കെതിരെ കേസെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? എത്ര പേരെ അറസ്റ്റ് ചെയ്തു? നിങ്ങളുടെ ഈ മതസ്പർദ്ധ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടൊക്കെ അവിടെ നിൽക്കട്ടെ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്ക് ഹിജാബ് അനുവദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരുവിധ മേൽമുണ്ടുകളും ധരിക്കാൻ പറ്റില്ല എന്ന് തീരുമാനമെടുത്ത ആഭ്യന്തര വകുപ്പിനെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് താങ്കൾ. അപ്പോൾ വ്യത്യസ്തമായ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം. ഫാദർ അജി പുതിയാമഠത്തിന്റെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്ക് സംശയമില്ല. ആ മനുഷ്യനെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞ സാഹചര്യം, ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ യൂണിഫോം കോഡ് ഓഫ് കോണ്ടക്ട് ഇങ്ങനെയൊക്കെ ആണെന്ന് പറയുമ്പോൾ അത് പ്രത്യേക ഒരു സാഹചര്യമാണ്. അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഒരു കാര്യത്തിലും ആ സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാടിനോട് ഒപ്പം നിൽക്കാൻ സാധിക്കില്ല. അതിന്റെ കാരണം ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ മനസ്സിലാക്കാത്ത ആളുകൾ രാജ്യത്തെ ഭാരതത്തിന്റെ സംസ്കാരത്തെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാകുന്നില്ല. AD 52 തോമസ് ലീഗ ഇന്ത്യയിൽ വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ അന്ന് ക്രൈസ്തവർ വേഷവിധാനത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരും ഇവിടെ ഉണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവില്ലാതെ ഒരു കുട്ടിയുടെ ഹിജാബോ മേൽമുണ്ടോ കാണുമ്പോൾ മറ്റു കുട്ടികൾക്ക് ഭയം ജനിക്കുന്നു എന്ന് പറയുന്നവർ, അത് രാഷ്ട്രീയം വേറെയാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. അതിന് നഴ്സിംഗ് കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, ലോ കോളേജുകളിൽ പഠിക്കുന്ന കന്യാസ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് പരിചയമുള്ളവരുണ്ട്. അവരൊക്കെ സഭാവസ്ത്രം ധരിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആനുകാലിക ഇന്ത്യയിൽ, മോദി ഭാരതത്തിൽ, മംഗലാപുരത്തിനപ്പുറത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോഴും ഒക്കെ എന്തുകൊണ്ട് ക്രൈസ്തവർക്ക് സഭാവസ്ത്രം ഊരി ബാഗിൽ വെക്കേണ്ടി വരുന്നു എന്നുള്ള കാഴ്ചപ്പാട് ഇല്ലാതെ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നതാണ് ഇവിടുത്തെ അപകടം. അതുകൊണ്ട് PTA പ്രസിഡന്റ് എന്നുള്ള കാസ തീവ്രവാദിയുടെ അവിടെ നിന്ന് തുടങ്ങുന്നതിന്റെ പ്രശ്നം, PTA പ്രസിഡന്റ് BJPയുടെ നേതാവ് ഷോൺ ജോർജിനോടൊപ്പം പത്രക്കാരെ
കാണുന്നതിൽ ആ സ്കൂളിന് ഒരു അപകടവും തോന്നുന്നില്ലെങ്കിൽ, PTA പ്രസിഡന്റിന്റെ രാഷ്ട്രീയ താല്പര്യത്തിൽ ഒരു അപകടവും തോന്നുന്നില്ലെങ്കിൽ, ആ താല്പര്യം ഒരേപോലെ തന്നെ മറ്റു തരത്തിലുള്ള വർഗീയവാദികൾക്കും അവസരം കൊടുക്കുന്നു എന്നുള്ള തിരിച്ചറിവില്ലെങ്കിൽ ഒന്നിച്ച് അടിവാങ്ങാൻ മാത്രമേ ഇനി ഭാവി ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടത് അധികാരമുള്ളവരാണ്. നിയമത്തിന്റെ ബലത്തിൽ, കോടതി വിധികളുടെ മാത്രം ബലത്തിലല്ല നീതിയെ നിർവചിക്കേണ്ടത്. കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് അജിംസെ, നീതി നിർവചിക്കപ്പെടേണ്ടത് നിയമത്തിന്റെയോ കോടതി വിധികളുടെ മാത്രം ബലത്തിലല്ല, വിശാലമായ മാനവിക ബോധത്തിൽ നിന്നാണ്, വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ആ കാഴ്ചപ്പാടിൽ നിന്നാണ്. അത് സ്കൂൾ മാനേജ്മെന്റിന് തൽക്കാലം ഇല്ലാതെ പോയി എന്ന് തന്നെയാണ് നമ്മുടെ ബോധ്യം. അത് തിരുത്തപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്കൂൾ വിട്ടുപോയ കുട്ടിയാണ് ജയിച്ചത്, സ്കൂളിന്റെ ഭാഗം ജയിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത മാനേജ്മെന്റ് ഇവിടെ മതേതര മനുഷ്യരുടെ മുമ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൂടിയാണ് ബോധ്യം. ശരി, നിയമപരമായ കണ്ണിലൂടെ മാത്രമല്ല നീതിയെ അളക്കേണ്ടതെന്ന ജിൻഡോയുടെ വാദത്തോട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. മൗലികാവകാശങ്ങൾ ലംഘിക്കുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ഭരണഘടന അതേക്കുറിച്ച് പൗരനോട് എന്താണ് പറയുന്നത് എന്നാണ്. അതാണ് ഓർക്കേണ്ടത്, അതാണ് വായിക്കേണ്ടത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. നന്ദി ജിൻഡോ, NK അബ്ദുൽ അസീസ്, അമീൻ ഹസൻ, ഫാദർ അജി പുതിയ പറമ്പിൽ, ഇത്രയും സംസാരിച്ചവരുടെ വേണം.